ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് കൃഷ്ണപ്രസാദ്. ഞാനാണ് ഈ വെബിനാർ ലീഡ് ചെയ്ത് പോകുന്നത്. ആമേ ഓഡിബിൾ കേൾക്കാവോ? അതെ, കേൾക്കാൻ പറ്റും, കേൾക്കാം. ഓക്കെ. അപ്പം ഞാനാണ് ഈ വെബിനാർ ലീഡ് ചെയ്ത് പോകുന്നത്. അപ്പം നമ്മുടെ സ്കൂൾ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അണ്ടറിലാണ് നമ്മൾ ചെയ്തു പോകുന്നത്. മീൻസ് നമ്മൾ വേരിയസ് ഓഫ് എന്താ പറയുന്നത് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഒരു സൈബർ സെക്യൂരിറ്റി വിങ്സ് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനിലാണ്. അപ്പം അതിനോടനുബന്ധിച്ചുള്ളൊരു വെബിനാറാണ് ഇപ്പോൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്തിട്ട് തുടങ്ങാം. ഇതിൽ ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പം നമുക്ക് തുടങ്ങിയാലോ? നിങ്ങളുടെ ഭാഗത്ത് നല്ല റെസ്പോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് വെബിനാർ കണ്ടക്ട് ചെയ്ത് തീർക്കാം. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും. നമുക്ക് തുടങ്ങാം. യൂഷ്വലി നമ്മൾ സൈബർ സെക്യൂരിറ്റി എന്നൊരു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഇല്ല? ഓക്കെ. യൂഷ്വലി നമ്മൾ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാ വരുന്നത് പറയാം. കേക്കാവോ? ഓക്കെ. യൂഷ്വലി നമ്മൾ സൈബർ സെക്യൂരിറ്റി എന്നൊരു കൺസെപ്റ്റിലോട്ട് വരുമ്പം നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാ തോന്നുന്നതെന്ന് പറയുവാണെങ്കിൽ എനിക്ക് അതിനനുസരിച്ച് വെബിനാർ മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ലൊരു കൊളാബറേഷനോട് പോയായിരുന്നു. ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാനെങ്കിൽ നല്ലതായിരുന്നു. റെസ്പോണ്ട് ചെയ്യുന്നില്ല, കുഴപ്പമില്ല, നമുക്ക് കണ്ടിന്യൂ തന്നെ ചെയ്യാം. അപ്പം ഇനി സൈബർ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. യൂഷ്വലി ഒരു ഇപ്പൊ നമ്മളെല്ലാം പറയുന്നത് നമ്മുടെ സൊസൈറ്റി ബേസ്ഡ് വേണം പറയാം, അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ബേസ്ഡ് വേണം പറയാം. യൂഷ്വലി നമുക്കൊരു ജോബ് അക്വയർ ചെയ്യുന്നുള്ള രീതിക്കല്ലേ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പം നമ്മൾ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ ഓർഗിൽ നമ്മൾ എങ്ങനെ സൈബർ സെക്യൂരിറ്റി ഇംപ്ലിമെന്റ് ചെയ്യാം, അതുമായിട്ട് എന്തൊക്കെ നമ്മൾ ചെയ്യണം, ഏതൊക്കെ ജോബ് റോളിൽ എത്താം, അതിനെന്തൊക്കെ നമ്മൾ പഠിക്കണം, ഏതൊക്കെ തരത്തിലുള്ള അറ്റാക്സ് ആണ് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ എന്താ പറയുക അതിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ, എന്താ ഡിഫെൻസീവ് അല്ലെ ഒഫെൻസീവ് ആയിട്ട് രീതിയിൽ നമ്മൾ എടുക്കുക, ഏതൊക്കെ പ്രോബ്ലംസ് നമുക്ക് എടുക്കാം, അതിനകത്ത് എങ്ങനെ തന്നെ അതിന്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കാം, അതെല്ലാം തന്നെയാണ് നമ്മൾ ഈ വെബിനാറിനകത്ത് പോകുന്നത്. ഓക്കെ, ഞാൻ ഇതിന് ഒരു സ്ലൈഡ് ഷെയർ ചെയ്ത് തന്നെ പോവാം. എല്ലാവർക്കും
കാണാന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഞാൻ എന്നെപ്പറ്റി കുറച്ചെന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ ഡെവോപ്സ് എഞ്ചിനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സൈബർ സെക്യൂരിറ്റി കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. യൂഷ്വലി സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഡെവോപ്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്താ ഒരു ഡിപ്ലോയ്മെന്റ് സൈഡിൽ വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. മീൻസ് ഒരു ഓർഗിൽ ഒരു കമ്പനിയിൽ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത, പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി ആകട്ടെ അല്ലെ സർവീസ് ബേസ്ഡ് കമ്പനി ആകട്ടെ, എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ അതിനകത്ത് ആ ആപ്ലിക്കേഷൻ കാരണം അവർക്ക് ബിസിനസ് കിട്ടണമല്ലോ. ആ ബിസിനസ് കിട്ടുന്ന സമയത്ത് ആ ആപ്ലിക്കേഷൻ വേരിയസ് ഓഫ് ടെസ്റ്റിംഗ് നടത്തും. ഒന്ന്, ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തതിനു ശേഷം ടെസ്റ്റേഴ്സ് സാധാ ടെസ്റ്റേഴ്സ് അവരുടെ ആപ്ലിക്കേഷനൊക്കെ ടെസ്റ്റ് ചെയ്യും. അതിനുശേഷം സെക്യൂരിറ്റി ടെസ്റ്റ് എന്നൊരു മെഷർമെന്റ് വരും. ആ ഒരു മെഷർമെന്റിനകത്താണ് നമ്മൾ ഇപ്പോൾ സൈബർ സെക്യൂരിറ്റിയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്. ആ ഇമ്പോർട്ടൻസ് ഇരിക്കുന്ന സമയത്ത് നമ്മൾ കുറെ ടെസ്റ്റിംഗ് ചെയ്യും. കാരണം ആപ്ലിക്കേഷൻ രീതിയിലുള്ള ടെസ്റ്റിങ്, പെനട്രേഷൻ ടെസ്റ്റിങ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യും. അതൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യാം, ആ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ജോബ് റോളായിരിക്കും വർക്ക് ചെയ്യുക, അങ്ങനെ യൂഷ്വലി ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് തന്നെ. ഓക്കെ, ഫസ്റ്റ് സൈബർ സെക്യൂരിറ്റി എന്താണെന്ന് പറയും. സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളൊരു പ്രൈവറ്റ് ആയിട്ടുള്ള നമ്മുടെ ഡേറ്റ അതൊരു ബ്രീച്ചും കൂടാതെ തന്നെ നമ്മൾ സെക്യൂർ ചെയ്ത് വെക്കുന്നതാണ്. മീൻസ് അത് നമ്മുടെ പ്രൈവറ്റ് ഡേറ്റ ആകട്ടെ, നമ്മളൊരു കമ്പനി വർക്ക് ചെയ്യുമ്പോൾ ആകട്ടെ, ആ ഒരു ഡേറ്റ നമ്മൾ എങ്ങനെ സെക്യൂർ ചെയ്ത് വെക്കാം. മീൻസ് മറ്റുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ ഒഫെൻസീവ് അല്ലെങ്കിൽ ഡിഫെൻസീവ് ആയിട്ട് നമ്മൾ എങ്ങനെ ഏത് രീതിയിൽ നമ്മൾ സെക്യൂർ ചെയ്ത് വെക്കാം. ഈ സപ്പോസ് നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ കമ്പനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ബിസിനസ് ടീം കാണുമല്ലോ. മീൻസ് ആ ബിസിനസ് ടീം ആയിരിക്കും അവിടുത്തെ എല്ലാ തരത്തിലുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു പോകും. അപ്പം അവരുടെ ഡേറ്റ നമ്മളോട് തന്നിട്ട് പറയാണ്, ഓക്കെ നമ്മളത് സെക്യൂർ ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ ക്രെഡൻഷ്യൽസോ കാര്യങ്ങളോ ഒന്നും ബ്രീച്ച് നടക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു സെക്യൂരിറ്റി മെഷർമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനൊരു കാറ്റഗറി തിരിച്ചിട്ട് ആ കാറ്റഗറിയിൽ ഏതൊക്കെ തരത്തിലുള്ള അറ്റാക്സ് വരാം, എങ്ങനെ സെക്യൂർ ചെയ്യണം എന്ന രീതിയിലാണ് നമുക്ക് യൂഷ്വലി ഇങ്ങനെ സൈബർ സെക്യൂരിറ്റി ഒരു മെത്തേഡ്. ഈ സൈബർ സെക്യൂരിറ്റി ഒരു ശരിക്കും പറഞ്ഞ ഒരു കടലാണ്. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പം ഞാനൊരു എംപ്ലോയി ആയ സ്ഥിതിക്ക് എനിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ ഏതൊക്കെ തരത്തിലാണ് വർക്ക് ചെയ്യുന്നത്. മീൻസ് സ്റ്റോക്ക് എന്നൊരു ടീമുണ്ട്, സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് ഉണ്ട്, സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സ് ഉണ്ട്, IT എഞ്ചിനീയേഴ്സ് ഉണ്ട്, അല്ലെ സിസ്റ്റം അഡ്മിൻസ് ഉണ്ട്. ഇവരെല്ലാം യൂഷ്വലി ചെയ്തു പോകുന്നത് ഈ ഒരു തരത്തിലുള്ള എന്താ പറയുന്നത്, ഒരു ഇൻഫ്രാസ്ട്രക്ചറിനെ എങ്ങനെ സെക്യൂർലി മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്നുള്ള രീതിക്കാണ്. ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ എന്താ പറയുക, വൈ സൈബർ സെക്യൂരിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. സൈബർ സെക്യൂരിറ്റി എന്തുകൊണ്ട് ഇമ്പോർട്ടൻറ്റ്? കാരണം നമ്മൾ 2014 ഒരു ഇഷ്യൂ ഉണ്ടായി. സോണി നമുക്ക് എല്ലാവർക്കും പറയുന്നത് ഒരു വലിയൊരു കമ്പനിയാണ്. ആ 2014 അവരുടെ ഒരു ബാക്ക് ഡോർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ടൈംസ് അല്ലേ, ഈ ടെക്നിക്കൽ ടൈംസ് ഇടയ്ക്ക് ഇങ്ങനെ പറയുമ്പം ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ പറയുവാണെങ്കിൽ നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് നല്ല രീതിക്ക് പറഞ്ഞു പോകാൻ പറ്റും. ഓക്കെ, ബാക്ക് ഡോർ എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇങ്ങനെ സോണിക്ക് ഒരു സെർവർ സിസ്റ്റം ഉണ്ട്, ഓൺ പെർമിസ് ആയിട്ടുള്ളവർക്ക് സെർവർ ഉണ്ട്. ഒരു സെർവർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്രിട്ടിക്കൽ ആയ ഡേറ്റാസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് എല്ലാം കൂടെ ഒരു ലിനക്സ് സെർവറിലോ വിൻഡോസ് സെർവറിലോ അവർ ഹോസ്റ്റ് ചെയ്ത് ആ ആപ്ലിക്കേഷൻ പബ്ലിക്കായി അവൈലബിൾ ആക്കുന്നതാണ് സർവീസിന്റെ കാര്യം. ആ സമയത്ത് ആ ഒരു സമയത്ത് എന്താ ചെയ്യുന്നത്, അവർക്ക് കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഹലോ, ഓക്കെ, കണ്ടിന്യൂ. ഓക്കെ. ആ ഒരു സമയത്ത് ആ ഒരു ഡേറ്റ അവർ സെക്യൂർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം അവര് ഒഫൻസീവ് മോഡിൽ അവരുടെ ടീം മൊത്തം വർക്ക് ചെയ്തിട്ട് ആ ഒരു സമയത്ത് തന്നെ ഒരു അറ്റാക്കർ അതിലോട്ട് ഒരു ബാക്ക് ഡോർ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ആ ബാക്ക് ഡോർ ക്രിയേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതിനകത്ത് ഡേറ്റ, സെൻസിറ്റീവ് ഡേറ്റ എല്ലാം എടുത്തിട്ട് അത് എക്സ്പോസ് ചെയ്ത് കൊടുത്തു. അത് US ഗവൺമെന്റ് വഴിയാണ് എക്സ്പോസ് ചെയ്തത്. എക്സ്പോസ് ചെയ്ത സമയത്ത് എന്താ സംഭവിച്ചു, മീൻസ് അവരുടെ അത്രയും ലോസ് ഉണ്ടായി. ആ എമൗണ്ട് ഓഫ് ലോസ് നല്ലൊരു ഏകദേശം ഒരു 40 ബില്യണോളം അവരുടെ എമൗണ്ട് വന്നപ്പോയി. അപ്പം എന്താ സംഭവിച്ചത്, ഒരു ബിസിനസ് ഇമ്പാക്ട് അവിടെ ഉണ്ടായത്. ആ ബിസിനസ് ഇമ്പാക്ട് ഉണ്ടാകാതിരിക്കാൻ എന്തായിരുന്നു അവർ ചെയ്യേണ്ടത്, അവരുടെ IT ടീം അല്ലെങ്കിൽ അവരുടെ സൈബർ സെക്യൂരിറ്റി ടീം എന്ത് ചെയ്യണമായിരുന്നു, ഏതൊക്കെ തരത്തിലുള്ള
അറ്റാക്കേഴ്സ് വരാം, അതിനെ എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാം, ആ മിറ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത് അവരൊക്കെ എന്തൊക്കെ തരത്തിലുള്ള ആക്ഷൻസ് അല്ലെങ്കിൽ പ്രിക്കോഷൻ എടുക്കണം എന്ന് ആ ഒരു രീതിയിൽ അവർ ചിന്തിച്ചില്ല. അതാണ് അവരുടെ ഏറ്റവും വലിയ കുഴപ്പമായിട്ട് അവർ തന്നെ സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആ സമയത്താണ് എന്താ പറയുന്നത്, അത്രയും ബില്യൺസ് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഒപ്പം ഉണ്ടായി. അപ്പൊ അതിനെ തിരിച്ച് ബാക്ക് ഓൺ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പം അവര് എൻ്റെ ഒരു ടീം തന്നെ നിയമിച്ചു. അപ്പൊ ഇപ്പൊ ഒരു കേസിൽ നിങ്ങൾക്ക് മനസ്സിലായി വൈ സൈബർ സെക്യൂരിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്, എന്തുകൊണ്ടാണ് സൈബർ സെക്യൂരിറ്റി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ സൈബർ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ നമ്മൾ ഇൻക്ലൂഡ് ആയിരിക്കുന്ന കുറെ കാര്യങ്ങൾ. ഒന്ന്, അല്ലെങ്കിൽ ആ സൈബർ സെക്യൂരിറ്റി ജോലി ചെയ്യുമ്പോൾ അല്ലെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ജോലി ചെയ്യുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. മീൻസ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പം നമുക്കറിയാം, നമ്മളൊരു കമ്പനിയിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിരിക്കുമ്പോഴോ നമ്മൾ ഇന്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. ആ കണക്ടിവിറ്റി ഒരു നെറ്റ്വർക്കാണ്. അതുപോലെയാണ് ഇപ്പം കമ്പനിയുടെ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ എന്താ പറഞ്ഞ, ഒരാൾ മാത്രമല്ല അവിടെ വർക്ക് ചെയ്യുന്നത്. അവിടെ ഒരു 100 പേര് വർക്ക് ചെയ്യാം, ഒരു 150 പേര് വർക്ക് ചെയ്യാം, എല്ലാവരും വർക്ക് ചെയ്യാം. അപ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്, അപ്പൊ അവിടെ ഒരു എന്താ പറയാ, ഒരു IT എഞ്ചിനീയർ കാണും. ആ IT എഞ്ചിനീയർ ആയിരിക്കും ആർക്കൊക്കെ ഏതൊക്കെ സർവീസിലൂടെ ആക്സസ് വേണം എന്നൊരു എന്താ പറഞ്ഞ ഒരു ഫയർവാൾ മെയിൻ്റെനൻസ് നടത്തുന്നത്. ആ ഫയർവാൾ മെയിൻ്റെനൻസിനോട് ഇപ്പം സപ്പോസ് ഇപ്പൊ എന്റെ കമ്പനിയിലാട്ടെ, നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന കമ്പനിയിലാട്ടെ, യൂഷ്വലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഡെവലപ്പേഴ്സ് ഉണ്ട്. ആ ഡെവലപ്പേഴ്സിന് മാത്രമായിട്ടൊരു നെറ്റ്വർക്ക് വേണ്ടി മാറ്റി വെക്കും. എന്നുവെച്ചാൽ അവർ അതുവഴിയുള്ള ഡേറ്റാസ് മാത്രം പാസ് ചെയ്താൽ മതി. അവർക്ക് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ബിസിനസ് ടീം വർക്ക് ചെയ്യുന്ന നെറ്റ്വർക്കിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അവർക്ക് ഡെവോപ്സ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി അങ്ങനെയുള്ള ടീമുകൾ വർക്ക് ചെയ്യുന്ന ആ ഒരു നെറ്റ്വർക്കുകൾക്ക് ഇവർക്ക് ആക്സസ് വേണ്ട എന്നൊരു IT എഞ്ചിനീയർ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സെറ്റിൻ കോൺഫിഗറേഷൻ നടത്തും. അതിനാണ് മെയിൻലി ഫയർവാൾ ഉള്ളത്. നമുക്ക് ഒത്തിരി ഫയർവാള് ഇപ്പൊ അവൈലബിൾ ആണ്, ഓപ്പൺ സോഴ്സ് ആയിട്ട്, പെയ്ഡ് ആയിട്ട്. അപ്പൊ ആ ഫയർവാൾ വെച്ചിട്ടാണ് ഇവിടെ റെസ്ട്രിക്ട് ചെയ്യുന്നത്. ഇനി ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഡെവലപ്പർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിലീസിന് പോകുന്നതിന് മുമ്പേ സേർട്ടൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആ ഒരു സെക്യൂരിറ്റി മെഷർ എന്ന രീതിയിൽ അവർ ചെയ്തു പോകും. യൂഷ്വലി സെക്യൂരിറ്റി പരമായിട്ടുള്ള എല്ലാ അനലിസും ചെയ്തതിന് ശേഷം മാത്രമുള്ള ആപ്ലിക്കേഷൻ റിലീസിന് പോകത്തുള്ളൂ. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ എന്തൊക്കെ ക്രൈറ്റീരിയ നോക്കണം, ഏതൊക്കെ തരത്തിലുള്ള ആപ്ലിക്കേഷൻ വൾനറബിലിറ്റീസ് ഈ ആപ്ലിക്കേഷൻ ഉണ്ട് എന്ന് കണ്ടെത്തി അത് റിപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് ഒരു സ്യൂട്ടബിൾ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പുറത്തിടാൻ പറ്റും. അപ്പം അവിടെയാണ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി എന്നൊരു അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി മീൻസ് ഇതും നെറ്റ്വർക്ക് സെക്യൂരിറ്റി ആയിട്ട് ഏകദേശം കമ്പൈൻഡ് ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, എൻട്രി പോയിന്റ് അത് നമ്മൾ ഓൾറെഡി നമ്മളിപ്പം നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കോളേജുകളിൽ അവിടെ ഒരു സർട്ടൺ എന്താ പറഞ്ഞ ഒരു സെക്യൂരിറ്റി മെഷേഴ്സ് ആണ്. അപ്പം നമ്മൾ പബ്ലിക്കലി ആക്സസ് ഉള്ള അല്ലെങ്കിൽ കോളേജിലായിട്ടുള്ള വൈഫൈയിൽ കണക്ടിവിറ്റി പാടില്ല, അല്ലെങ്കിൽ കണക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചില സമയത്ത് OTP അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ഫോൺ നമ്പർ അടിച്ചതിന് ശേഷം മാത്രമേ ഇത്ര മിനിറ്റ് അല്ലെങ്കിൽ ഇത്ര സമയത്തേക്ക് മാത്രമേ ഉള്ളൂ ഇത് ആക്സസ് ആകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, നമ്മളിപ്പം റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ അവിടെ ഫ്രീ വൈഫൈ ഒക്കെ ഉണ്ട്. ആ ഫ്രീ വൈഫൈയിലൊക്കെ എന്താ ചെയ്യുന്നത് മീൻസ് അവിടെ ഒരു ഓതന്റിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഓതറൈസേഷൻ നടത്തിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് ഇന്റർനെറ്റ് കിട്ടുള്ളൂ. അത് എൻഡ് പോയിന്റ് സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. മീൻസ് അവിടെ എന്ത് ഓതറൈസേഷൻ നടത്തണം, ഏത് ഓതന്റിക്കേഷൻ നടത്തണം എന്നുള്ള രീതിക്കാണ് അവിടെ പോകുന്നത്. അതാണ്. പിന്നെ ക്ലൗഡ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് യൂഷ്വലി മെയിൻ 3 ക്ലൗഡ്സ് ആണ് മെയിൻലി ഉള്ളതെന്ന് വെച്ചാൽ പോപ്പുലർ ആയിട്ടുള്ളത്. ഒന്ന് GCP, ഗൂഗിൾ തന്നെ GCP, 2 അഷ്വർ, 3 AWS. ഓക്കെ, നമ്മൾ ഇന്ന് ഈ വെബിനാറിൽ നമ്മൾ ഒരു ടാസ്ക് എല്ലാവർക്കും തരുന്നുണ്ട്. ആ ടാസ്ക് തരുന്ന സമയത്ത് അത് ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന അഷ്വറിലാണ്. അപ്പം അതിനെപ്പറ്റി ആ സമയത്ത് ആ ക്ലൗഡ് എന്താണ് എന്നുള്ള രീതിക്ക് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ആ ക്ലൗഡ് സെക്യൂരിറ്റി എന്ന് വെച്ചാൽ ഈ ക്ലൗഡ് സെക്യൂരിറ്റി എന്നൊരു ടോപ്പിക് തന്നെ മെയിൻ കാരണം എന്ന് വെച്ചാൽ
ഇപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളൊരു നിങ്ങളുടെ കമ്പനിയിൽ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത് അത് നിങ്ങൾ ഹോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഹോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്ത് ഏതൊരു ആപ്ലിക്കേഷൻ അതിന്റെ അസോസിയേറ്റഡ് DB കാണും. ആ DB എന്ന് പറഞ്ഞാൽ MySQL ആവും, MariaDB ആവാം, Postgres, അങ്ങനെ ഏതെങ്കിലും ഒരു DB ആവാം. ആ DB-യിലോട്ട് എക്സ്റ്റേണൽ ഒരാൾക്ക് കണക്ഷൻ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ശരിക്കും ഒരു വൾനറബിലിറ്റിയാണ്. അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷനകത്തോട്ട് ഏതെങ്കിലും തരത്തിലൊരു പോർട്ട് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഹഫീദ് ഹാൻഡ് ഷേക്ക് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും? ഓക്കെ, ഒന്നുമില്ലെന്ന് വിചാരിക്കുന്നു. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പം ക്ലൗഡ് സെക്യൂരിറ്റി. അപ്പം ആ ഒരു സമയത്ത് എന്താ ചെയ്യുന്നത്? ആപ്ലിക്കേഷന്റെ ഏതൊക്കെ പോർട്ടുകൾ ഓപ്പൺ ആയിരിക്കണം, ഏതൊക്കെ. അപ്പം മെയിൻലി 80 അല്ലെങ്കിൽ 443 ആ ഒരു പോർട്ട് ഓപ്പൺ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്താ ഈ ഏത് ഡൊമൈൻ വിളിച്ചാലും കിട്ടുന്നത്. യൂഷ്വലി ഞാൻ ഇപ്പോൾ കാണിച്ചത്, ഇപ്പം നമ്മൾ വിക്കിപീഡിയ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വിക്കിപീഡിയ ഇവിടെ കാണാം HTTPS മീൻസ് സെക്യൂർ. HTTP ഹൈപ്പർ ടെക്സ്റ്റ് പ്രോട്ടോക്കോളിന്റെ അതിനകത്ത് ഒരു സെക്യൂർ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഡൊമൈൻ വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് ഈ ഡൊമൈൻ 443 എന്നൊരു പോർട്ട് എക്സ്പോസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ ഡൊമൈൻ നമുക്കിപ്പോൾ കിട്ടാൻ കാരണം. ഓക്കെ, അപ്പം ആ ഒരു തരത്തില് അവിടുത്തെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്ത ആള് ഏതൊക്കെ പോർട്ട് അലോ ചെയ്യണം, അലോ ചെയ്യണ്ട എന്ന് നിശ്ചയിക്കുന്നതും ആ ഒരു ക്രൈറ്റീരിയ ബിൽഡ് ചെയ്തെടുക്കുന്നതും അവിടുത്തെ IT മാനേജർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഈ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റോ എഞ്ചിനീയറോ ആയിരിക്കും. കാരണം ഇവർ ഓൾറെഡി ടെസ്റ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഓൾറെഡി അറിയാം ഈ തരത്തിലുള്ള അറ്റാക്കേഴ്സ് വരാൻ സാധ്യതയുണ്ട്, അതിനെങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യണം എന്ന് ക്ലിയർലി അവർ ഇൻഫോം ചെയ്തിരിക്കും അവരുടെ IT എഞ്ചിനീയറിനെ, അല്ലെങ്കിൽ ആ ക്ലൗഡ് മാനേജ് ചെയ്യുന്ന ഇപ്പം ഡെവോപ്സ് എഞ്ചിനീയർ ആകട്ടെ, ഏതെങ്കിലും ക്ലൗഡ് എഞ്ചിനീയർ ആകട്ടെ, അവരെ കറക്റ്റായിട്ട് ഇൻഫോം ചെയ്തിരിക്കും. അതാണ് ഈ ക്ലൗഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഐഡന്റിറ്റി ആൻഡ് ആക്സസ് മാനേജ്മെന്റ് സിസ്റ്റം, അത് യൂഷ്വലി IAM എന്നാണ് നമ്മൾ പറയാറ്. ഇപ്പൊ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമുക്ക് ക്ലൗഡ് ഇല്ലേ, ക്ലൗഡ്, ആ ക്ലൗഡിനകത്ത് തന്നെ ഈ ഒരു കാര്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സപ്പോസ് ഇങ്ങനെ ചിന്തിക്കുക, നിങ്ങളൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തു, നിങ്ങളുടെ ടീം ഡെവലപ്പ് ചെയ്തു. ആ ഡെവലപ്പ് ചെയ്ത സമയത്ത് അവർക്ക് 3 ടൈപ്പിലായിരിക്കും ഡെവലപ്പിംഗ് നടക്കുന്നത്. ഒന്ന്, ഡെവലപ്മെന്റിന് വേണ്ടി മാത്രം ഒരു സെർവർ. പിന്നെ സ്റ്റേജിങ് എന്നൊരു സംഭവമുണ്ട്. ഈ ഡെവലപ്പ് ചെയ്ത ആപ്ലിക്കേഷൻ ബാക്കിയുള്ളവർക്ക് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് സ്റ്റേജിങ് എൻവയൺമെന്റിലായിരിക്കും. അത് കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ പ്രൊഡക്ഷൻ എന്നൊരു കൺസെപ്റ്റിലോട്ട് പോകുള്ളൂ. ആ പ്രൊഡക്ഷൻ കൺസെപ്റ്റ്, ഇത് മൂന്ന് സെർവർ ആണെന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു വെച്ചേക്കണം. അപ്പം എന്താ ചെയ്യുന്നത്? ഡെവലപ്പിംഗ് ഉള്ള സർവീസിലോട്ട് ആർക്കൊക്കെ ആക്സസ് കൊടുക്കണം, മീൻസ് ത്രൂ ഔട്ട് എല്ലാവർക്കും ആക്സസ് കൊടുക്കും. കാരണം ഡെവലപ്പിംഗ് സെർവർ ആണ്. അപ്പം അതിനകത്തുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് കുറച്ച് നോക്കിയാൽ മാത്രം മതി. അപ്പം എന്താ ചെയ്യുക? അപ്പം ത്രൂ ഔട്ട് ആ സെർവറിലോട്ട് എല്ലാവർക്കും കൊടുക്കും. മീൻസ് ഡെവലപ്പേഴ്സിന് കൊടുക്കും, ടെസ്റ്റേഴ്സിന് കൊടുക്കും, ക്ലൗഡ് മാനേജ് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കും. ക്ലൗഡ് മാനേജ് ചെയ്യുന്ന തന്നെ ആയിരിക്കും അവർ ഈ ആക്സസ് കൊടുക്കുക. ഡെവോപ്സ് എഞ്ചിനീയേഴ്സ് കൊടുക്കും, പിന്നെ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആൾക്കാർക്ക് കൊടുക്കും. അവരായിരിക്കും എന്താ ഈ ഡെവലപ്പിംഗ് സർവീസ് ആക്സസ് ചെയ്യുന്നത്. ഇനി സ്റ്റേജിങ്ങിലോട്ട് വരുമ്പം എന്താ കഴിഞ്ഞാൽ അവിടെയാണ് ഒരു ക്രൈറ്റീരിയ ശരിക്കും പറഞ്ഞാൽ ബിൽഡ് ചെയ്തത്. ഈ ആപ്ലിക്കേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു മെത്തോളജി നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആ മെത്തോളജി വെച്ചിട്ട് സപ്പോസ് ഒരു ക്ലൗഡിനകത്ത് ഒരു സെർവറിനകത്താണ് നമ്മൾ ഈ സാധനം ഇൻസ്റ്റാൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യുന്നത് വിചാരിക്കുക. ആ സമയത്ത് അതും AWS എന്നൊരു ക്ലൗഡ് പ്രൊവൈഡർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് വിചാരിക്കുക. ആ സമയത്ത് നമുക്ക് S3 എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ക്യാരി ചെയ്യുന്ന ഒരു ബക്കറ്റ് പോലെ നോക്കാം. ആ ബക്കറ്റിലോട്ടാണ് കുറച്ച് ഡേറ്റാസ് എടുക്കുന്നുണ്ട്. ആ ഡേറ്റാസിലോട്ട് വെച്ചാൽ ഡെയിലി ഉള്ള ആപ്ലിക്കേഷൻ ലോഗ് ഒരു സ്ഥലത്ത് കൊണ്ടിടുന്നുണ്ടെന്ന് വിചാരിക്കാം. അത് S3 ഒരു ബക്കറ്റ് എന്ന് വിചാരിക്കാം. ആ ബക്കറ്റിലോട്ട് കൊണ്ടിടുന്ന സമയത്ത് ആ ബക്കറ്റിനെ ആർക്കൊക്കെ ആക്സസ് ചെയ്യാം, അത് ആരൊക്കെ ആക്സസ് ചെയ്യണം എന്നൊരു ക്രൈറ്റീരിയ ശരിക്കും ബിൽഡ് ചെയ്തെടുക്കുന്നുണ്ട്. അവിടെയാണ് ഈ IAM യൂസർ പോളിസീസും റോൾസും അതിന് ഇമ്പോർട്ടൻസ് വരും. ആർക്കൊക്കെ എന്തൊക്കെ റോൾ കൊടുക്കണം
യൂഷ്വലി ഡെവലപ്പേഴ്സിന് എന്ത് റോള് കൊടുക്കണം, ഡെവലപ്പേഴ്സിന് അത് റീഡ് ചെയ്താൽ മാത്രം മതിയെങ്കിൽ ആ റീഡ് ചെയ്യാനുള്ള മാത്രം പോളിസി ബിൽഡ് ചെയ്തതിനു ശേഷം ആ റോൾ അസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പം അത് എല്ലാവർക്കും ഇൻഡിവിജ്വൽ ആയിരിക്കും. മീൻസ് ഇപ്പൊ ഞാനൊരു ഡെവലപ്പർ ആണെങ്കിൽ എനിക്ക് കൃഷ്ണപ്രസാദ് എന്ന് പറഞ്ഞ രീതിയിൽ എനിക്കൊരു ക്രെഡൻഷ്യൽ അവർ തരും, എന്റെ ക്ലൗഡ് പ്രൊവൈഡർ തരും. ആ ഇത് വെച്ചിട്ട് ഞാൻ എന്റെ AWS അക്കൗണ്ടിൽ കയറുവാണെങ്കിൽ എന്താണ് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ S3 ബക്കറ്റ് ഉണ്ടോ ആ S3 ബക്കറ്റോട്ട് കാണാനും അതിനകത്തെ കാര്യങ്ങൾ ജസ്റ്റ് കാണാൻ മാത്രം, മീൻസ് റീഡ് പെർമിഷൻ ആണ് കാണാൻ മാത്രമേ രീതിക്കാനും കൊടുക്കുക. ഇനി ഡെവോപ്സ് എഞ്ചിനീയേഴ്സ് ആട്ടെ, അല്ലെങ്കിൽ ക്ലൗഡ് എഞ്ചിനീയേഴ്സ് ആട്ടെ, അല്ലെങ്കിൽ അതായത് ടെസ്റ്റേഴ്സ് ആട്ടെ, അവർക്ക് അതിൻ്റെതായ രീതിയിൽ ഓരോ പെർമിഷനും സെറ്റ് ചെയ്തു. അതാണ് ഈ IAM റോൾസിന്റെ കാര്യം എന്ന് പറയുന്നത്. മീൻസ് അവിടെ കുറെ റെസ്ട്രിക്ഷൻസ് ബിൽഡ് ചെയ്ത് സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് തന്നെ ആർക്കൊക്കെ എന്തൊക്കെ പെർമിഷൻസ് വേണം എന്ന രീതിക്ക് അവര് ഒരു ക്രൈറ്റീരിയ ബിൽഡ് ചെയ്ത് ആ ക്രൈറ്റീരിയക്ക് അനുസരിച്ചുള്ള ഓഡിറ്റ് നടത്തി ആ ഓഡിറ്റിനെ ആസ്പദമാക്കി അവരുടെ മാനേജ്മെന്റോ അവരുടെ ഈ പ്രൊജക്ട് മാനേജർക്ക് കൊടുത്തതിന് ശേഷം ആ പ്രൊജക്ട് മാനേജറാണ് യൂഷ്വലി ഇത് അപ്രൂവ് ചെയ്തതിനു ശേഷം ഇത് IT എഞ്ചിനീയേഴ്സിന് കൊടുക്കുക. അവരായിരിക്കും ഈ ക്രൈറ്റീരിയ നോക്കി ഏതൊക്കെ ആക്സസ്. സപ്പോസ് ഒരു ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു, ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ആ ആപ്ലിക്കേഷനകത്ത് നിങ്ങളുടെ AWS അക്കൗണ്ടിന്റെ ഒരു കുറച്ച് ക്രെഡൻഷ്യൽ, ഒരു ആക്സസ് കീയും സീക്രട്ട് കീയും കൊടുത്തിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ ലൈവിലോട്ട് പോയി, പ്രൊഡക്ഷനിലോട്ട് പോയി. സപ്പോസ് അത് ഒരു ഡേറ്റ ബ്രീച്ച് വന്നു. എന്തുകൊണ്ട്? ഈ സെക്യൂരിറ്റി ക്രെഡൻഷ്യൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആക്സസ് കീയും സീക്രട്ട് കീയും ബ്രീച്ച് ആയതിനു ശേഷം ഒരു ഹാക്കർ ഒരു ബാക്ക് ഡോർ ഒരു എക്സ്റ്റേണൽ ആക്സസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ഇട്ട് ഓടിക്കാന്ന് വെച്ചു. അപ്പോൾ അവിടെ ഒരു നല്ല ബില്ലിങ് വരും. അപ്പം അത് എന്തുകൊണ്ടാണ് ബില്ലിങ് വന്ന, ഏത് ആക്സസ് ആണ് പോയി എന്നുള്ള ഓഡിറ്റ് നടത്താൻ വേണ്ടി ആർക്ക് പറ്റും? ഒരു സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റിന് ഈസി ആയിട്ട് പറ്റും. അതാണ് ഇവിടെ ഒരു IAM റോളിന്റെ പ്രശസ്തി വരുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയതാണ്. എന്തുകൊണ്ടാണ് സൈബർ സെക്യൂരിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പ്രൊട്ടക്ട് സെൻസിറ്റീവ് ഡേറ്റ, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഡേറ്റ സെൻസിറ്റീവ് ആയിട്ട് സൂക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ അതിനുശേഷം നമ്മുടെ ഫിനാൻഷ്യൽ ലോസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സൈബർ സെക്യൂരിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് മെയിൻലി നമ്മൾ പോകുന്നത്. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുമായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇന്ററാക്റ്റീവ് ആയിട്ട് പോകായിരുന്നു. ഇല്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് കുറച്ച് ഒരു 5 മിനിറ്റത്തേക്ക് നമുക്ക് ഒരു സൈബർ സെക്യൂരിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് കുറച്ച് മാറ്റി വെച്ച് ആ സൈബർ സെക്യൂരിറ്റിയുടെ DNS എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, DNS എന്താണെന്ന് ആർക്കെങ്കിലും അറിയും? DNS എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അങ്ങനെ ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ അതും കൂടെ ഒന്ന് പറയുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇപ്പം റെസ്പോൺസോട് വർക്ക് ചെയ്യുകയാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു വൈബിൽ തന്നെ പോകായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഓക്കെ ജിവിൻ ഓൾറെഡി പറഞ്ഞു ഡൊമൈൻ സിസ്റ്റം. അതുല് അർജുൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് തന്നെ ഈ ഡൊമൈൻ നെയിം സിസ്റ്റം തന്നെയാണ് ഇപ്പം യൂഷ്വലി നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അതിനെയാണ് കറക്റ്റ് കാര്യം എന്ന് വെച്ചാൽ അതിന്റെ ഫുൾ ഡെഫിനിഷൻ ഇപ്പൊ പറഞ്ഞത്. ഇത് ശരിക്കും എങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇതിലെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഇത് കേൾക്കുന്നതിന്റെ കൂടെ തന്നെ വായിച്ചു പോകാം. അതിന്റെ കൂടെ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചിട്ട് കാര്യങ്ങൾ പിടികിട്ടും. അപ്പം എന്താ പറയാ, ഓക്കെ, ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറഞ്ഞാല് ഇപ്പം സപ്പോസ് ഞാനൊരു ഡൊമൈൻ മേടിച്ചു kp.com. ഓക്കെ, ആ kp.com എനിക്ക് വിളിക്കുമ്പം എൻ്റെ ഇപ്പം ഇവിടെ ജസ്റ്റ് എൻ്റെ ബ്രൗസറിൽ വിളിക്കുമ്പോൾ അപ്പം എനിക്ക് അല്ലെങ്കിൽ google.com എന്നൊരു ഡൊമൈൻ ഉണ്ട്. ആ ഡൊമൈൻ വിളിക്കുമ്പോൾ എനിക്ക് എങ്ങനെ കിട്ടുന്നത് നമ്മൾ മനസ്സിലാക്കണം. ശരിക്കും ഒരു ഇൻട്രപ്ഷൻ.
കുഴപ്പമില്ല. ഓക്കെ, നമ്മളിപ്പോ ഗൂഗിൾ.com വിളിക്കുമ്പോൾ അതെങ്ങനെ നമ്മളെ ലാപ്ടോപ്പിലോ മൊബൈലിലോ എങ്ങനെ വരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കും. അതാണ് അവിടെ DNSന്റെ പ്രശസ്തി വരുന്നത്. അപ്പം യൂഷ്വലി എന്താ ചെയ്യാറ്, നമ്മൾ ലാപ്ടോപ്പിലാട്ടെ മൊബൈലിലാട്ടെ നമ്മൾ ഗൂഗിൾ.com ടൈപ്പ് ചെയ്തതിന് ശേഷം അത് എങ്ങോട്ടാണ് പാസ് ചെയ്യുന്നത് നമ്മൾ ആദ്യം അറിയുക. അതിന്റെ ആർക്കിടെക്ചർ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് അതിന്റെ ആർക്കിടെക്ചർ. ഓക്കെ, ഇവിടെ നമ്മൾ ക്ലയന്റ് ഉണ്ട്. ആ ക്ലയന്റ് നമ്മളൊരു ഡൊമൈൻ വിളിക്കുന്ന സമയത്ത് അത് നേരെ ഇങ്ങോട്ട് പോകും, അതായത് ISP-യിലോട്ട് പോകും. ISP ആണ് ബാക്കി കാര്യം. ഈ ആർക്കിടെക്ചർ മനസ്സിൽ വിചാരിച്ചു, അതിനനുസരിച്ച് ഞാൻ ക്ലിയർഫുള്ളി പറയാം. ഞാനിപ്പം ഒരു ഗൂഗിൾ.com എന്ന ഡൊമൈൻ വിളിക്കുമ്പോൾ എൻ്റെ മൊബൈലിനകത്ത് ഒരു ക്യാഷ് സിസ്റ്റം ഉണ്ട്. ആ ബ്രൗസർ തന്നെ ഒക്യുപ്പൈ ചെയ്യുന്ന കുറെ ക്യാഷ് ഉണ്ട്. ആ ക്യാഷയ്ക്കകത്ത് പോയി ചെക്ക് ചെയ്യും, ഓക്കെ ഞാൻ ഗൂഗിൾ.com നേരത്തെ വിളിച്ചിട്ടുണ്ടോ ഇല്ലയോ. അവ വിളിച്ചിട്ടില്ലെന്ന് കരുതുമ്പോൾ അപ്പൊ തന്നെ എൻ്റെ ISP ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിന് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യും. ഓക്കെ, ഇപ്പം KP എന്നൊരാള് അല്ലെങ്കിൽ ഇന്ന മൊബൈലിൽ നിന്ന് ഇന്നൊരു അഡ്രസ്സിലോട്ട് ഞാൻ വിളിച്ചിട്ടുണ്ട്, കോൾ ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ എന്താണ് സംഭവിക്കുന്നത്, ആ വിളിച്ച ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ഈ ഇൻഫർമേഷൻ നേരെ ISP-ക്ക് പാസ് ചെയ്യും. ISP എന്ത് ചെയ്യും, ISP-യുടെ സൈഡിലും ഒരു ക്യാഷ് സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ അവിടെ തന്നെ DNS മാനേജ് ചെയ്യുന്ന കുറെ സർവീസ് ഉണ്ട്. ആ DNS സർവീസിനെ തോന്നും, ഓക്കെ ഗൂഗിൾ.com അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് ഡൊമൈൻ വിളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവരുടെ ക്യാഷ് സിസ്റ്റത്തിനകത്ത് ഉണ്ടോ എന്ന് നോക്കും. ആ ക്യാഷ് സിസ്റ്റത്തിനകത്ത് ഇല്ലാത്ത സ്ഥിതിക്ക് അവര് നേരെ എങ്ങോട്ട് റൂട്ട് സർവീസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഈ റൂട്ട് സർവീസിന് പാസ് ചെയ്യും. ഈ റൂട്ട് സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാ ഡൊമൈനിന്റെയും ഫസ്റ്റ് വേർഡ് ഗൂഗിൾ അല്ലെങ്കിൽ വിക്കിപീഡിയ അങ്ങനെയുള്ളതിന്റെ ഫസ്റ്റ് നെയിം ഒക്യുപ്പൈ ചെയ്തത്. ഈ ലോകത്തിൽ ഏകദേശം 13 റൂട്ട് സർവീസ് ഉണ്ട്. 13 റൂട്ട് സർവീസും പല ഭാഗത്താണ്. മീൻസ് നമ്മൾ ലോകത്ത് പലയിടത്തും, ഇന്ത്യയിൽ ഒരെണ്ണമുണ്ട്. അപ്പം അവിടെ എല്ലായിടത്തും ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഒക്യുപ്പൈ, കുറെ ഡേറ്റാസ് ഒക്യുപ്പൈ ചെയ്തു. ഓക്കെ, ഞാൻ ഇപ്പൊ ഗൂഗിൾ.com വിളിച്ചു, അപ്പൊ ഗൂഗിൾ.comന് ഗൂഗിൾ വരെ കിട്ടി, അത് റൂട്ട് സർവീസിൽ നിന്ന് കിട്ടി. ആ റൂട്ട് സർവീസിന് എന്ത് ചെയ്യും, ഓക്കെ എനിക്ക് ഗൂഗിൾ.com എന്നുള്ള സമയത്ത് ഗൂഗിൾ വരെ കിട്ടി, എനിക്ക് ബാക്കിയുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത് ആ ടോപ്പ് ലെവൽ ഡൊമൈൻസ് TLD എന്ന് പറയുന്ന സാധനം. ആ TLD റൂട്ട് സർവീസ് TLD സെർവറിന് ഇൻഫർമേഷൻ പാസ് ചെയ്യും. എന്താണ്, ഞാൻ ഗൂഗിൾ.com ആണ് വിളിച്ചിരിക്കുന്നത്, അതിനകത്ത് ഗൂഗിൾ എനിക്ക് കിട്ടി, ഇനി അതിന്റെ എക്സ്റ്റൻഷൻ പാർട്ട് ആയിരുന്നു എനിക്ക് TLD ടോപ്പ് ലെവൽ ഡൊമൈനിൽ നിന്നായി കിട്ടും. ഓക്കെ, ടോപ്പ് ലെവൽ ഡൊമൈനിൽ നിന്ന് എനിക്ക് ഫുള്ള് എന്താ കിട്ടി, ഏത് ഡൊമൈനാണോ വിളിച്ചിരിക്കുന്നത് ആ ഡൊമൈനിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫുൾ നെയിം എനിക്ക് കിട്ടി. ആ നെയിമിന് ആസ്പദമാക്കിയുള്ള IP അഡ്രസ് എവിടെയാണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് അത് നെയിം സെർവറാണ്. ആ നെയിം സെർവർ മീൻസ് NS റെക്കോർഡ് മാത്രം ഒക്യുപ്പൈ ചെയ്യുന്ന കുറെ എന്താ പറഞ്ഞ ഡൊമൈൻ പർച്ചേസ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. മീൻസ് ഗോഡാഡി ഒരു ഡൊമൈൻ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഒരു വെണ്ടറാണ്. നെയിം ചീപ്പ്, അങ്ങനെ കുറെ വെണ്ടേഴ്സ് ഉണ്ട്. ആ വെണ്ടേഴ്സിന്റെ ഇൻഫർമേഷനോട്ട് പാസ് ചെയ്യും. ഓക്കെ, ഈ ഗൂഗിൾ.com അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് ഡൊമൈൻ എവിടെയാണ് അതിന്റെ നെയിം സെർവർ നോക്കും. ആ നെയിം സെർവർ ഉള്ള സെർവറിലോട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്തതിനു ശേഷം അവിടെ ആയിരിക്കും ആ IP അഡ്രസ് പറഞ്ഞു കൊടുക്കുന്നത്. ആ IP അഡ്രസ് പറഞ്ഞു കൊടുക്കും. മീൻസ് IP അഡ്രസ് പറഞ്ഞു കൊടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചേ, ഇപ്പം KP.com ഉണ്ട്, ഞാൻ ആ ഡൊമൈൻ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്തു, ബട്ട് എൻ്റെ ആപ്ലിക്കേഷൻ വേറൊരു ഏതെങ്കിലും ക്ലൗഡ് പ്രൊവൈഡറിന്റെ സെർവറിലാണ് ഞാൻ ഹോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഹോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലോട്ട് തന്നെ ഞാൻ KP.com വിളിക്കുമ്പോൾ എൻ്റെ ആ ആപ്ലിക്കേഷൻ ലോഡ് ആകണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ ലോഡ് ആകാൻ വേണ്ടി എന്താ, ഞാൻ എൻ്റെ ഡൊമൈനും ആ IP അഡ്രസ്സിന് മാപ്പ് ചെയ്യണം. അവിടെ ആ ക്ലൗഡ് പ്രൊവൈഡറിന്റെ IP അഡ്രസ്സും നമ്മളെ ഡൊമൈനുമായിട്ട് മാപ്പ് ചെയ്യുമ്പോൾ ആണ് ഈ ആപ്ലിക്കേഷൻ ത്രൂ ഔട്ട് കിട്ടുക. അപ്പം നെയിം സെർവർ ഒക്യുപ്പൈ ചെയ്തതിന് ശേഷം ആ നെയിം സെർവറിനകത്ത് നോക്കുമ്പോൾ ഓക്കെ KP.comന് ഈ ഒരു IP അഡ്രസ് ആണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. നമുക്ക് അവിടുന്ന് ഡേറ്റ ഫെച്ച് ചെയ്തതിനു ശേഷം ആ ഫെച്ച് ചെയ്ത ഡേറ്റയിലോട്ട് ഇൻഫർമേഷൻ പോകും. ഓക്കെ, KP.comന് 192.168 സംതിങ് ഒരു 8 IP-ലോട്ടാണ് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ആ പോയിന്റ് ചെയ്തിട്ട് IP-ലോട്ട് കോൾ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഓൾറെഡി ഉള്ള കണ്ടന്റ് നമ്മുടെ ആ ഡൊമൈൻ വെച്ചിട്ട് തന്നെ ലോഡ് ആവും. അവിടെയാണ് ഇതാണ് ആ എന്താ പറയുക ഒരു പർപ്പസ്. മീൻസ് ആ ശരിക്കുള്ള പ്രോസസ്സ് നടക്കുന്നത് ഇങ്ങനെയാണ്.
എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കുറച്ച് നല്ലപോലെ മനസ്സിലായി തോന്നുന്നു. ഞാൻ നല്ല സ്ലോലി ഓരോന്നോരോന്ന് എടുത്ത് പറയുന്നതുകൊണ്ടാണ് ഇച്ചിരി കൂടെ ലാഗ് അടിക്കുന്നത്. കുറച്ച് മനസ്സിലാക്കി പോകാനുള്ള രീതിക്കാണ് ഈ പറഞ്ഞു പോകുന്നത് കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയും, അല്ലെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ പറയുവാണെങ്കിൽ നല്ലതായിരുന്നു. ഓക്കെ, ഇല്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമ്മള് കുറച്ചും പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തിയ അതേ സാധനം നമ്മൾ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈബർ സെക്യൂരിറ്റി നമ്മൾ കുറച്ചും മാറ്റി നിർത്തിയായിരുന്നു. ആ സൈബർ സെക്യൂരിറ്റി എന്നാൽ എന്തുകൊണ്ട് സൈബർ സെക്യൂരിറ്റിയിൽ DNS ഇമ്പോർട്ടൻസ്? DNS ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം. കാരണം നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞില്ലേ, ഒരു ഡൊമൈൻ ഉണ്ടെങ്കിൽ ആ ഡൊമൈനിലോട്ടായിരിക്കും ഒരു ആപ്ലിക്കേഷൻ മാപ്പ് ചെയ്തിരിക്കുന്നത്. ആ മാപ്പ് ചെയ്തിരിക്കുന്നത് ഒരു സെർവറിലോട്ടായിരിക്കും. ആ സമയത്ത് എന്താ ചെയ്യുന്നത്? യൂഷ്വലി എല്ലാ ഹാക്കേഴ്സും ഒരിക്കലും ആ ഡൊമൈനിലോട്ടല്ല, ആ ഒരു KP.com എന്ന് പറഞ്ഞാൽ ഡൊമൈനിലോട്ട് കയറാനല്ലായിരിക്കും ശ്രമിക്കുന്നത്. മീൻസ് അവര് നമ്മുടെ സെൻസിറ്റീവ് ഡേറ്റ എടുക്കാൻ വേണ്ടി നമ്മുടെ സെർവർ ആക്സസ് കിട്ടിയാൽ മാത്രമേ ഉള്ളവർക്ക് ആ സെൻസിറ്റീവ് ഡേറ്റ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളുടെ ഓർഗനൈസേഷനാണ് വർക്ക് ചെയ്യുന്നില്ല, ആ ഓർഗനൈസേഷനിൽ നിന്ന് ഫയർവാൾ പൊട്ടിച്ചാൽ മാത്രമേ ഉള്ളൂ കയറാൻ പറ്റും. അപ്പം അവർക്കൊരു ബാക്ക് ഡോർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യമേ ഈ ഒരു ഡൊമൈൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം. സപ്പോസ് KP.com എനിക്കൊരു വലിയൊരു കമ്പനി ഉണ്ട്. ആ കമ്പനിയിൽ കുറെ എൻ്റെ ഡൊമൈൻ വിളിക്കുമ്പോൾ അതിനകത്ത് കുറെ സർവീസിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനകത്തായിരിക്കും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം A.KP.com അതിന്റെ സെർവറിന്റെ ലിസ്റ്റിലും കിടക്കുന്നത്. അപ്പം യൂഷ്വലി എന്താ ഹാക്കർ ചെയ്യാം? ഓക്കെ, A.KP.com എന്നുള്ള ആ ഡൊമൈൻ എങ്ങനെ, അതിന്റെ IP അഡ്രസ് എങ്ങനെ കണ്ടുപിടിക്കാം? സപ്പോസ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, സപ്പോസ് ഞാൻ ഇപ്പൊ ഇത് കാണിച്ചു തരാം. അപ്പം ഈ ഒരു mobtech.net എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിന്റെ IP അഡ്രസ് നമ്മൾ ഡിഗ് എന്നൊരു കമാൻഡ് യൂസ് ചെയ്തിട്ട് ഈ ഡിഗ് എന്നൊരു കമാൻഡ് എന്താ യൂസ് ചെയ്യാന്ന് വെച്ചാൽ, ഓക്കെ, നമുക്കൊരു ഡൊമൈൻ ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആ ഡൊമൈനിന്റെ പരമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും, മീൻസ് ഏത് IP അഡ്രസ്സിലോട്ടാണ് ഇത് പറഞ്ഞു കൊടുത്തിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഡിഗ് എന്നൊരു കമാൻഡ് യൂസ് ചെയ്യാൻ പറ്റും. ണ്ടോ? ഇപ്പം നമ്മൾ ഓൾറെഡി കുറച്ചു മുമ്പ് പറഞ്ഞ അതേ കാര്യം തന്നെ. ഈ ഒരു ഡൊമൈൻ അത് ഏതിലോട്ടാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്? ഈ ഒരു IP അഡ്രസ്സിലോട്ടാണ്. ഓക്കെ, ഈ ഒരു IP അഡ്രസ്സിലോട്ടാണ് മാപ്പ് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു. ഇനി യൂഷ്വലി എല്ലാ ഹാക്കേഴ്സും എല്ലാവരും ചെയ്തു പോകുന്നത് ഈ ഒരു ഡൊമൈനിലോട്ട്, ഈ ഒരു ഡൊമൈൻ നമുക്ക് വെച്ച് കിട്ടി. ഈ ഡൊമൈനിൽ നിന്ന് ഏത് IP അഡ്രസ് ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ആ IP അഡ്രസ്സിന്റെ ഏതൊക്കെ പോർട്ട് ഓപ്പൺ ആണ് നോക്കും. ആ പോർട്ട് ഓപ്പൺ ആയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിനനുസരിച്ചുള്ള ഏത് തരത്തിലെ ത്രെഡ് ഇൻജെക്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ അതിന്റെ ബാക്ക് ബോൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ എന്ന് നമ്മൾ യൂഷ്വലി എല്ലാം നോക്കാറുണ്ട്. സപ്പോസ് ഇതിന് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഞാൻ കാണിച്ചു തരാം. ഇത് ആക്ച്വലി കുറച്ച് സമയം എടുക്കും. ഏത് IP-ലോട്ടാണ് ഇത്, ഏത് IP-ലാണ് ഏതൊക്കെ പോർട്ടാണ് ഓപ്പൺ ആയിരിക്കുന്നതെന്ന് അത് ബിൽഡ് ചെയ്തെടുക്കാൻ, മീൻസ് അവിടെ നിന്ന് ഒരു ഡേറ്റ കളക്ട് ചെയ്തതിനു ശേഷം മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ടെർമിനലിലോട്ട് കൊണ്ടുവരത്തുള്ളൂ. ആ ഒരു സമയത്ത് ഡിലേ ആയിരിക്കും ഇപ്പൊ കാണുന്നത്. കുഴപ്പമില്ല, ഞാൻ ഇതെന്താണെന്നൊരു വിശദീകരിക്കാൻ വേണ്ടി മാത്രമാണ് ഇതിപ്പോ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമ്മളൊരു രണ്ട് കമാൻഡ് പഠിച്ചു. ഒന്ന് ഡിഗ് എന്ന കമാൻഡ്. ഡിഗ് എന്തിനാണ്? നമുക്ക് ഏതെങ്കിലും ഡൊമൈനിന്റെ IP അഡ്രസ് കണ്ടുപിടിക്കാൻ, ആ IP അഡ്രസ് കണ്ടുപിടിക്കാൻ ഈസിലി ഉള്ള ഏറ്റവും വലിയ കമാൻഡ് ഡിഗ് ആണ്. നമ്മൾ രണ്ടാമത് ഒരു വേറെ കമാൻഡ് പഠിച്ചു, nmap.
എന്നാപ്പ് വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെർവറിന്റെ IP കിട്ടിക്കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ സെർവറിനകത്ത് ഏതൊക്കെ പോർട്ട് ഓപ്പൺ ആണ് എന്ന് അറിയാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്നൊരു ഇതാണ്. എനിക്ക് തോന്നുന്നു പിടി കിട്ടി എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം നമ്മളിപ്പോ എന്താ കവർ ചെയ്തു? ഒരു റിജോ എന്തോ പറയാനുണ്ടല്ലോ. ഹാൻഡ് റൈസ് ചെയ്തിട്ട് സംസാരിക്കുക നല്ലതായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന രീതിക്ക് പോയി കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് ഈ ഒരു വെബിനാർ കൊണ്ടൊരു ഗുണമുള്ളൂ. ഈ അഭിനവ് ആർക്കെങ്കിലും അഭിനവ് ഓക്കെ, കുഴപ്പമില്ല. നമുക്കിങ്ങനെ ഞാൻ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകും. അപ്പം കുറച്ചായിട്ട് ഒരു ടാസ്ക് കൂടെ തരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇന്ററാക്റ്റീവ് ആയിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് ചെയ്തു തോന്നുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ സൈബർ സെക്യൂരിറ്റിയുടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഹലോ ഹലോ, എന്തോ പറയാൻ വന്നല്ലോ, സൗണ്ട് കേട്ട പോലെ. ഓക്കെ, കുഴപ്പമില്ല. സൈബർ സെക്യൂരിറ്റിയിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. സൈബർ സെക്യൂരിറ്റി ഇമ്പോർട്ടൻസ് പറഞ്ഞു, DNS പറഞ്ഞു, DNS എങ്ങനെ വർക്ക് ചെയ്യുന്നത് പറഞ്ഞു, അതെല്ലാം പറഞ്ഞു. ഇനി യൂഷ്വലി നമ്മുടെ റിയൽ ടൈം വേൾഡിൽ എന്തൊക്കെ തരത്തിലുള്ള കോമൺ ആയിട്ടുള്ള ത്രെഡ്സ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി അറ്റാക്സ് എങ്ങനെയാണ് വരുന്നത്? മെയിൻലി ഫിഷിംഗ് എന്നൊരു കൺസെപ്റ്റ് ആണ്. ഫിഷിംഗ് ഇപ്പം നിങ്ങൾക്ക് വന്ന് കാണാൻ സാധ്യതയുണ്ട്. പലരും ജിമെയിലൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പലരും പല സൈറ്റുകളിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷണൽ എന്തെങ്കിലും പർപ്പസിലും കയറി കഴിയുമ്പം സബ്സ്ക്രൈബ് എന്നുള്ളൊരു ബട്ടൺ കാണുമായിരിക്കും. ചിലപ്പോൾ യൂഷ്വലി ചിലപ്പോൾ മിക്കവരും ചെയ്തു പോകാറാണ്. മീൻസ് അവരുടെ നിന്നുള്ള അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കും. ആ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന പല വെബ്സൈറ്റുകളും അവരുടെ നമ്മുടെ ഡേറ്റ, നമ്മൾ എന്തിനാണ് സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ഡേറ്റ, ആ ഒരു മെയിൽ ID അവർ കീപ്പ് ഓൺ ചെയ്തു. ആ കീപ്പ് ഓൺ ചെയ്ത് ഡേറ്റ എന്ത് ചെയ്യും, ഇത് മറ്റുള്ളവർക്ക് കൊടുക്കും. ഏതാ, ഈ ആഡൊക്കെ കൊടുക്കുന്നവർക്ക് അല്ലെങ്കിൽ ത്രൂ ഔട്ട് മെയിൽ അയക്കുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് കൊടുത്തു കഴിയുമ്പോൾ ഇവൻ എന്താ ചെയ്യുക, നമുക്കുള്ള മെയിൽ അയക്കും. മെയിൽ അയക്കുന്ന സമയത്ത് എന്താ യൂഷ്വലി സംഭവിക്കുക, നമുക്ക് ഒരു മെയിൽ എന്ന് പറയാൻ രണ്ട് തരത്തിൽ, മൂന്ന് തരത്തിൽ ശരിക്കും. ഒന്ന് ജെന്യുവൻ മെയിലുണ്ട്, അത് നമ്മളിപ്പോൾ ഒഴിവാക്കാണ്. മെയിൽ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ, ഒന്ന് ഫിഷിംഗ് മെയിലുണ്ട്, സ്പാം മെയിലുണ്ട്. ഈ ഫിഷിംഗ് മെയിലിനകത്ത് ഒരാൾ നമുക്കൊരു ആഡിന് വേണ്ടി നമുക്കൊരു മെയിൽ അയച്ചു. നമ്മൾ സപ്പോസ് ആ ആഡ് തുറന്നു നോക്കുമ്പോൾ നമ്മുടെ ഫോണിലോട്ടോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോട്ടോ ഏതെങ്കിലും ഒരു സ്ക്രിപ്റ്റ് നമ്മളറിയാതെ തന്നെ ഇൻസ്റ്റാൾ ആവുകയും അല്ലെങ്കിൽ അവിടെ റൺ ആവുകയും ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റവും അല്ലെങ്കിൽ മൊബൈലും ആയിട്ട് ഒരു തേർഡ് പാർട്ടി ഒരാൾക്ക് കണക്ഷൻ കിട്ടുമെന്ന് വെച്ചു. അവിടെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ആയി. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. നമ്മളിപ്പം സപ്പോസ് നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു കാണും. ഇപ്പം യൂഷ്വലി സൈബർ സെക്യൂരിറ്റി കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ വിവാദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഈ ഫിഷിംഗ് മെയിൽ അയച്ചിട്ട് എല്ലാവരും ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി ഓപ്പൺ ചെയ്ത് നോക്കും. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ, ഇവരെല്ലാവർക്കും ഓക്കെ, എന്നാൽ ഞാൻ ലോഗൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരിക്കും എന്ന് വെച്ചിട്ട് ലോഗൗട്ട് ചെയ്തിട്ട് പിന്നെ ലോഗിൻ ചെയ്യും. അല്ലെങ്കിൽ അവിടുത്തെ ക്യാഷ് ഡിലീറ്റ് ചെയ്യും. അല്ലെങ്കിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ബ്രൗസർ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് പിന്നെ റീഇൻസ്റ്റാൾ ചെയ്യും. അപ്പോഴും വിചാരിക്കുന്നത് ഓക്കെ, ഞാനത് അറിയാതെ ഓപ്പൺ ആക്കി, പക്ഷെ എന്നാലും എന്റെ ആ കണക്ഷൻ പോയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ആ കണക്ഷൻ പോയിട്ടില്ല. അപ്പോഴും എന്താ തോന്നുന്നത്, അവിടെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൽ ആ ഒരു മാൽവെയറിന്റെ സ്ക്രിപ്റ്റ് ഇൻജെക്ട് ആയ ശേഷം ആ ഇൻജെക്ട് ആയി അത് നമ്മുടെ ഒരു ഹാക്കർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഹാക്കർ തന്നെ നമ്മുടെ എല്ലാ സെൻസിറ്റീവ് ഡേറ്റ എടുത്തിട്ട് അതിനെ വെച്ച് നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ യൂഷ്വലി ഇത് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ കുറെ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇത്രത്തോളം നമുക്ക് ഇങ്ങനെ നമ്മൾ സൈബർ സെക്യൂരിറ്റി നിൽക്കുന്നതായിട്ട് തന്നെ നമുക്കും നമ്മുടെ കൊളീഗ്സിനൊക്കെ ഈ സംഭവം സംഭവിച്ചിട്ടുണ്ട്. സപ്പോസ് നമ്മുടെ കമ്പനി CEO തന്നെ നമുക്ക് മെയിൽ അയക്കുക, ഏതാ ഒരു ഫേക്ക് മെയിൽ. യൂഷ്വലി എല്ലാം നോക്കുമ്പോൾ ഓക്കെ, നെയിം നോക്കുമ്പോൾ കൃഷ്ണപ്രസാദ് അല്ലെങ്കിൽ ബിലാൽ അങ്ങനെ പേര് വരും. അപ്പം നോക്കുന്ന സമയത്ത് ഓക്കെ, ഇന്ന ആളാണ്, ഓക്കെ ജെന്യുവൻ ആളാണ് നമുക്ക്. പക്ഷെ നമ്മൾ ആരും മെയിൽ ID ശ്രദ്ധിക്കുന്നില്ല. മെയിൽ ID ശ്രദ്ധിക്കാതെ എന്താ, ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു സ്ക്രിപ്റ്റ് റണ്ണാവുകയും ആ റണ്ണായ ശേഷം ഹാക്കർക്ക് കിട്ടുകയും ചെയ്യും. അപ്പം
യൂഷ്വലി എന്നാ ഇതൊരു മെയിൽ വെച്ചിട്ടാണ് അറ്റാക്ക് നടത്തുന്നത്. അതിന് ഫിഷിംഗ് മെയിൽ എന്ന് പറയും. പിന്നെ ഉള്ളത് റാൻസം വെയർ. ഓക്കെ, എന്തോ ചോദിച്ചിട്ടുണ്ടാകും. ഓക്കെ, ഹലോ. ഇത്തരത്തിൽ നമ്മൾ അതില് ഫിഷിങ്ങിന് അകപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിന് എങ്ങനെയാണ് നമ്മളത് റിക്കവർ ചെയ്യുന്ന രീതി എങ്ങനെയാണ്? ഓക്കെ, അത് നമ്മൾ സംസാരിക്കാൻ പോകാം. ഓക്കെ, അത് നല്ലൊരു ചോദ്യം കേട്ടോ. ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു ചോദ്യമാണ്. ഓക്കെ, പിന്നെ ഫുഡ് മൾട്ടിമീഡിയ അവരും ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. what are the primary measures the individual and the organization can take to protect against phishing mail? Okay, നമുക്ക് യൂസ്വലി ഫിഷിംഗ് മെയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ എന്താണ് പോയിരിക്കുന്നതെന്ന് ആദ്യം നമ്മൾ നോക്കണം. നമ്മളിപ്പോൾ ഒരു ജിമെയിൽ അക്കൗണ്ട് വെച്ചിട്ടായിരിക്കുമല്ലോ, ആ ജിമെയിൽ അക്കൗണ്ട് മാക്സിമം സെക്യൂർ ചെയ്യാൻ വേണ്ടി നോക്കണം. ആദ്യം തന്നെ അതിന്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മളെല്ലാവരും യൂഷ്വലി എന്താണ് നമ്മുടെ മൈൻഡിൽ ഓർക്കുന്ന പെട്ടെന്നുള്ള പാസ്വേഡ്സ് മാത്രമേ യൂഷ്വലി നമ്മൾ എല്ലാത്തിനും കൊടുക്കാറുള്ളൂ, എല്ലാ ക്രെഡൻഷ്യലും നമ്മൾ കൊടുക്കാറുള്ളൂ. അങ്ങനെ ഒരു സ്ട്രാറ്റജി ഒരിക്കലും ബിൽഡ് ചെയ്യരുത്. ഫസ്റ്റ് ഓഫ് ഓൾ അത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നല്ലത് ഓക്കെ, കൃഷ്ണപ്രസാദ് എന്ന് എനിക്കൊരു മെയിൽ ഐ ഡി ഉണ്ട്, ഞാൻ എല്ലാ മെയിൽ ഐ ഡിക്കും എൻ്റെ പാസ്വേഡ് ഒരു സെയിം പാസ്വേഡ് തന്നെ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, എൻ്റെ പേടിഎമ്മിനാകട്ടെ, എൻ്റെ HDFC ബാങ്ക് ആട്ടെ, അല്ലെങ്കിൽ എൻ്റെ SBI ബാങ്ക് ആട്ടെ, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, എല്ലാത്തിനും എൻ്റെ ഒറ്റ പാസ്വേഡ് തന്നെ കൊടുത്തിരിക്കുക എന്ന് വിചാരിക്കുക. യൂഷ്വലി ഈ ഹാക്കേഴ്സ് എല്ലാം കൂടുതലും ഗസ് ചെയ്യും, അല്ലെങ്കിൽ അവരൊരു ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് പോലെ തന്നെ ഒരു ഗസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഒരു പാസ്വേഡ് കിട്ടി, ആ പാസ്വേഡ് തന്നെ ആയിരിക്കും ഇവന്റെ എല്ലാത്തിനും ഓൾറെഡി അവർ ഗസ് ചെയ്ത് നോക്കും. ആ ഗസ് ചെയ്തതിന് ചിലപ്പോൾ സംഭവിക്കുന്നത് എന്താ? ആ ഗസ് ചെയ്ത് ശരിയാണെങ്കിൽ പലതിലോട്ട് ആക്സസ് പോകും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു കോംപ്ലക്സ് പാസ്വേഡ് ബിൽഡ് ചെയ്യുക. കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം 32 ഡിജിറ്റ്. ഓക്കെ, അത് ഞാൻ കണ്ടു, അത് ഞാൻ വായിക്കാം. തേർഡ് പാർട്ടി അത് നമുക്ക് പറയാം. ഫസ്റ്റ് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് അതും കൂടെ പറയാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ കോംപ്ലക്സ് പാസ്വേഡ് ബിൽഡ് ചെയ്യുക. മീൻസ് അതിനകത്ത് ന്യൂമറിക്കായിട്ടും അല്ലെങ്കിൽ നമ്മുടെ സിമ്പിൾസ് ആയിട്ടും ഒരു ആൽഫ ന്യൂമറിക് ആയിട്ടുള്ള ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 16 ഡിജിറ്റ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. സെക്കൻഡ് എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ അതുമായിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിരിക്കുന്ന ഈ ജിമെയിലുമായിട്ട് നിങ്ങൾ എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ആണോ കോൺഫിഗർ ചെയ്തിരിക്കുന്നത് അതിന്റെ എല്ലാത്തിന്റെ പാസ്വേഡ് മാറ്റുക. അതും ഈ ഒരു കോംപ്ലക്സ് പാസ്വേഡ് യൂസ് ചെയ്യുക. പിന്നെ അതിനുശേഷം MFA എന്നൊരു കൺസെപ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായി. നിങ്ങൾ ജിമെയിൽ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും MFA അറിയായിരിക്കുന്നു, മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം. അതും യൂസ് ചെയ്യാം. അതെന്ന് വെച്ചാൽ ഇപ്പം സപ്പോസ് ഒരു ഹാക്കർക്ക് നിങ്ങളുടെ പാസ്വേഡ് കിട്ടി, ഓക്കെ, MFA എനേബിൾ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫോണിലോട്ടോ അല്ലെങ്കിൽ അതിന്റെ എക്സ്റ്റേണൽ ആയിട്ടിരിക്കുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷൻ വഴി ഒരു പിന്ന് ജനറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പിൻ ഓതന്റിക്കേഷൻ നടത്തിയതിനു ശേഷം മാത്രമേ ഉള്ളൂ കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു കേസിലാകുമ്പോൾ അവിടുത്തെ അടുത്തൊരു നമ്മൾ ഡിഫെൻസീവ് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ ഡിഫെൻസ് ചെയ്യാൻ പറ്റും. ഇതാണ് മെയിൻലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. പിന്നെ ഇപ്പം തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് ഇൻസ്റ്റാൾ ആക്കി അത് ഒരിക്കലും ചെയ്യരുത്. കാരണം എന്താ പറയുന്നത്, നമ്മളെ ഇപ്പം പ്ലേ സ്റ്റോറിലെ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ ഇപ്പം 31 ബില്യൺ ആപ്ലിക്കേഷൻസ് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. ആ ഓക്യുപ്പൈ ചെയ്യുന്നതിനകത്ത് ഏകദേശം 47% ആപ്ലിക്കേഷൻസ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ അൺഓതറൈസ്ഡ്, മീൻസ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ വിത്തൗട്ട് ഇൻഫർമേഷൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആർക്ക് വേണമല്ലോ, എനിക്കിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ട് അത് എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് വഴി അല്ലെങ്കിൽ ഞാൻ ഗൂഗിളിന് പൈസ കൊടുത്തിട്ട് ഞാൻ ആപ്ലിക്കേഷൻ എനിക്ക് ഹോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഹോസ്റ്റ് ചെയ്തിട്ട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ ഒരു ബാക്ക് ഡോർ അല്ലെങ്കിൽ ക്രെഡൻഷ്യൽ നിങ്ങൾ അടിച്ചു മാറ്റാനുള്ള സ്ക്രിപ്റ്റ് എഴുതിയിട്ടിട്ടുണ്ട്. ആ സ്ക്രിപ്റ്റ് എപ്പോഴാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ
റണ്ണാക്കുന്ന സമയത്താണ് എനിക്ക് ഈ ഇൻഫർമേഷൻ കിട്ടുക. യൂഷ്വലി എല്ലാവരും ഇപ്പം നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, ഫ്ലിപ്കാർട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ആമസോൺ യൂസ് ചെയ്യുന്നുണ്ട്, ഇവരൊക്കെ എന്താ ഏത് മെത്തോളജിയാണ് യൂസ് ചെയ്യുന്നത്? കാരണം നമ്മൾ എടുക്കുന്ന ആഡ്സെൻസ്, നമ്മൾ എന്താണ് കാണുന്നത് അതിനെ ആസ്പദമാക്കിയാണ് ഈ നമുക്ക് ഇൻഫർമേഷൻ തരുന്നത്. പക്ഷെ ഇത് വൈഡ്ലി എല്ലാവരും ചിന്തിച്ച് വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ, ഓക്കെ ഞാൻ ഫേസ്ബുക്ക് നോക്കി അല്ലെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ ഞാൻ ഇന്നലെയോ അല്ലെങ്കിൽ ഇന്ന് രാവിലെയോ ഇരുന്ന് നോക്കിയ ഷൂസിന്റെ ഫോട്ടോ ഓക്കെ ഇവിടെ വന്നു. എല്ലാവരും ചിന്തിച്ച് വെച്ചിരിക്കുന്നത് കാര്യം വെച്ചാൽ ഈ ഡേറ്റ അവർക്ക് ഇവിടുന്ന് കിട്ടുന്നത് മീൻസ് ആമസോൺ എല്ലാവരും പാസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ ആഡ്സെൻസ് വെച്ചിട്ട് പാസ് ചെയ്യുന്നതാണെന്നാണ് വിചാരിക്കുന്നത്. മീൻസ് വലിയ വലിയ കമ്പനീസ് അല്ല അങ്ങനെ ചെയ്യുന്നല്ല. അങ്ങനെ ചെയ്തു വരുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്. നമ്മൾ കണ്ടിരിക്കുന്ന ഡാർക്ക് വെബിലായിട്ട് അല്ലെങ്കിൽ കണ്ടിരിക്കുന്ന സ്ട്രാറ്റജി എന്ന് വെച്ചാൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് അവർ സ്റ്റോർ തുടങ്ങുന്ന സമയത്ത് അവരുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക, അവര് നമ്മുടെ ഇതിനകത്തോട്ട് ഒരു ഓതന്റിക്കേഷനിലേക്ക് ഒരു ഓതന്റിക്കേഷൻ വെച്ചൊരു ഓതറൈസേഷൻ നടത്തിയതിനു ശേഷം ഒരു ലിങ്ക് ഇട്ട് വെക്കും. ആ ലിങ്ക് നമ്മൾ എപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാലും അവരൊരു ലിങ്ക് ഓട്ടോ ജനറേറ്റ് ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ ടോക്കൺ എന്ന് പറയുന്നുണ്ട്. ആപ്ലിക്കേഷൻ ടോക്കൺ വഴി ഈ ഇൻഫർമേഷൻ നമ്മുടെ ഫേസ്ബുക്കിന് കൊടുക്കും, അല്ലെ നമ്മുടെ ഫേസ്ബുക്കിന് കൊടുക്കും. ആ ഫേസ്ബുക്ക് ആണ് അവിടെ ആഡ്സെൻസ് വെരിഫൈ ചെയ്തിട്ട് ആഡ് വരുന്നത്. ഇങ്ങനെയാണ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിൽ വർക്ക് ചെയ്ത് പോകും. ഇത് ഇച്ചിരി കോംപ്ലക്സ് ആയിട്ടൊരു കാര്യമാണ്. അത് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കി എടുക്കാൻ ഇച്ചിരി പാടാണ്. ഞാനിപ്പോ പറഞ്ഞ രീതിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യാൻ പോയതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ആദ്യമേ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അത് ഓതറൈസ്ഡ് ഡെവലപ്പർ ആണോ അല്ലെ ഓതറൈസ്ഡ് കമ്പനി ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പം ഈ ഇടയ്ക്കായിട്ട് ഞാൻ യൂഷ്വലി എല്ലാം സംഭവിക്കുന്നത് പുതിയ പുതിയ ഈ UPI അക്കൗണ്ട്സ് ക്രിയേറ്റ് ആയി വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണുമായിരിക്കും. പുതിയ ഇപ്പം റീസെന്റ് ഫ്ലിപ്കാർട്ടിന് തന്നെ ഒരു UPI പേയ്മെന്റിന്റെ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് കുഴപ്പമുണ്ടെന്നല്ല പറയുന്നത്, അതുപോലത്തെ തേർഡ് പാർട്ടി ആൾക്കാർ ബിൽഡ് ചെയ്ത് പോകുന്നുണ്ട്. ആ തേർഡ് പാർട്ടി ആൾക്കാർ ബിൽഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ നമ്മളെ സെൻസിറ്റീവ് ആയിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യുക. SBIയുടെ അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, അങ്ങനെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് സംഭവിക്കുക, നമ്മളറിയാതെ തന്നെ നമ്മുടെ എമൗണ്ട് വലിച്ചുകൊണ്ട് പോകും. എല്ലാ ഹാക്കേഴ്സും എനിക്ക് എൻ്റെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എല്ലാ ഹാക്കേഴ്സും രണ്ട് കാര്യത്തിന് വേണ്ടിയാണ് മെയിൻലി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒന്ന് പണത്തിന് വേണ്ടി, രണ്ടാമത് ഇവർക്കൊരു ഒരു ഗുഡ്നെസ് കിട്ടാൻ വേണ്ടി. മീൻസ് ഇവർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ എനിക്കത് കിട്ടി എന്നൊരു ഇതൊരില്ല. കാരണം എല്ലാവരും ട്രൈ ഔട്ടാണ് നടത്തുന്നത്. എല്ലാ ഹാക്കേഴ്സും ഒരു സ്പെസിഫിക് ടാർഗറ്റിലോട്ട് ഒരു ട്രൈ ഔട്ട് നടത്തുന്നതാണ്. ആ ട്രൈ ഔട്ട് കിട്ടുന്ന ചിലർക്ക് അത് ട്രൈ ഔട്ട് കിട്ടിയിട്ട് കാശ് കിട്ടണമെന്നാണ്. ചിലർക്ക് ആ ട്രൈ ഔട്ട് കിട്ടി, ഓക്കെ എനിക്ക് ഇൻഫർമേഷൻ കിട്ടി എന്നുള്ളത്. പണ്ട് കുറച്ച് നാളുമ്പ് ഒരു ഫിലിം പറഞ്ഞിട്ടുണ്ട്, ഒരു US-ന്റെ ഒരു ഫിലിം കണ്ടിരുന്നു. മീൻസ് ആ ഒരു US മിലിറ്ററിയിലെ എല്ലാ ഇൻഫർമേഷനും ഒരു ഡാറ്റ സെന്റർ എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ സർവീസും എടുത്തു വെച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ഒരു റൂമിനകത്ത് കുറെ സർവീസ് അവരുടെ സെൻസിറ്റീവ് ഡേറ്റ മാത്രം എടുക്കുന്ന രീതിക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു ഡാറ്റ എഞ്ചിനീയർ അല്ലെങ്കിൽ ആ ഡാറ്റ എഞ്ചിനീയർ അവിടുന്ന് കുറച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ട് അത് കുറച്ചുകൊണ്ട് പുറത്തുകൊണ്ട് എക്സ്പോസ് ചെയ്തു. മീൻസ് അപ്പൊ എന്താ സംഭവിക്കുന്നത്, അവിടെ സെക്യൂരിറ്റി പരമായിട്ടുള്ള ഒരു കാര്യവും ഇല്ലാതെ ഒരു തേർഡ് പാർട്ടി ടൂള് വെച്ചിട്ടാണ് അവർ ചെയ്തത്. ഈ സെയിം സാധനം തന്നെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതും സെയിം അത്. നമ്മൾ സെക്യൂരിറ്റി ഇല്ലാതെ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അവര് പബ്ലിക്കലി എക്സ്പോസ് ചെയ്തെടുത്തിട്ട് അവരത് വെച്ചിട്ട് നമ്മളെ ക്ലെയിം ചെയ്യാൻ വേണ്ടത്. ഇതാണ് യൂഷ്വലി അവിടെ നടക്കാറ്. ഓക്കെ, വേറെ എന്തോ ഓക്കെ. അൾട്ടിമേറ്റ് ഓതന്റിക്കേഷനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇപ്പൊ കാണിച്ചില്ല. MFA എന്നുള്ള കൺസെപ്റ്റ് ഗൂഗിൾ ഓൾറെഡി എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ രീതിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. മീൻസ് നിങ്ങൾ ഈ ഡോക്ക് റെഫർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചാറ്റിൽ തന്നെ ഇട്ടേക്കാം. ഈ ഒരു ചോദ്യത്തിന് നമുക്ക് ഉത്തരവാകും.
ഗൂഗിൾ പാസ്വേഡ് ആൻഡ് ഗൂഗിൾ പാസ്വേഡ് ആൻഡ് പാസ്വേഡ് സജഷൻ. പാസ്വേഡ് സജഷൻ സേഫ് ആണെന്ന് വെച്ചാൽ സേഫ് അല്ല. കാരണം അതൊരു ഗിമിക്കാണ്, അങ്ങനെ വേണം പറയാം. ഇപ്പം യൂഷ്വലി എല്ലാവരും ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ പാസ്വേഡ് ജനറേറ്റർ എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം ഇപ്പം നിങ്ങൾ ചെയ്ത് കാണത്തില്ലായിരിക്കും. ഈ ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരോ അവരൊക്കെ അല്ലെങ്കിൽ ഡെവലപ്പേഴ്സോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഇതിനെപ്പറ്റി അവെയർ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ അവരൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കാറുണ്ട്. ഇവിടെ നേരെ പോയിട്ട് ഒരു പാസ്വേഡ് എടുക്കുന്നു, ഈ പാസ്വേഡ് കൊണ്ടുപോയിട്ട് നോക്കാം ജിമെയിലിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഒരു പാസ്വേഡ് ജനറേറ്റ് ചെയ്തത് ആരാ? ഈ ഒരു പ്ലാറ്റ്ഫോമാണ്, ഈ avast.com എന്ന പ്ലാറ്റ്ഫോം. ഇതേ സാധനം തന്നെ ഹാക്കർക്ക് യൂസ് ചെയ്യും. ഹാക്കർ എന്താ ചെയ്യാൻ പോകുന്നത്? ഒരു ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ചെയ്യാൻ പോവാണ് എന്ന് വിചാരിക്കാം. സപ്പോസ് ഞാനിത് കാണിച്ചു തരാം. SSH എന്ന് പറഞ്ഞാൽ നമുക്ക് സെർവറിലോട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി ഒരു മെത്തേഡാണ്. ഓക്കെ, ഈ ഒരു SSH ചെയ്യുന്ന സമയത്ത് എന്താ യൂഷ്വലി ചോദിക്കാറ്? ഇതിന്റെ യൂസർ നെയിം ഓൾറെഡി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഏത് IP എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സെർവറിലോട്ടാണ് നമുക്ക് ആക്സസ് കിട്ടേണ്ടത് എന്ന് വിചാരിക്കുക. എന്നിട്ട് ആ സമയത്ത് എന്താ ചെയ്യുന്നത്? നമ്മൾ കൊടുക്കുന്നു. അപ്പൊ ഇപ്പം ഈ ഒരു കാര്യത്തിൽ ഡിലേ ആയി പോവാണ്. ഇവിടെ ഒരു പാസ്വേഡ് ചോദിക്കും. ഈ പാസ്വേഡ് ഓട്ടോ സജഷൻ വഴി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. ആ സ്ക്രിപ്റ്റും കൂടെ ഇതിനായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അത് ഒരു 100 പ്രാവശ്യം അല്ലെങ്കിൽ അതിനകത്ത് ഉള്ള ഡേറ്റാസ് എത്ര പാസ്വേഡ് ഉണ്ടോ അത്രയും പാസ്വേഡും ഇത് ട്രൈ ഔട്ട് ചെയ്യും. ഏതാണ്? ആ സ്ക്രിപ്റ്റ് കിടന്ന് ട്രൈ ഔട്ട് ചെയ്യും. ആ ട്രൈ ഔട്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പാസ്വേഡ് കറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ സെർവറിലോട്ട് ആക്സസ് കിട്ടുമല്ലോ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഓൾറെഡി ജനറേറ്റ് ആയ പാസ്വേഡിന്റെ ലിസ്റ്റ് മറ്റൊരാളിലേക്ക് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ സെർവറിലോട്ട് ആക്സസ് കിട്ടുന്നത്. അതുപോലെ അതിനാണ് വേഡ് ലിസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. ഹാക്കേഴ്സ് എല്ലാവരും അത് വേഡ് ലിസ്റ്റ് ഫോളോ ചെയ്യുന്നവരാണ്. കാരണം ഈ ലോകത്ത് എത്ര പാസ്വേഡ് കോംപ്ലക്സ് ഉണ്ടോ അതിന്റെ എല്ലാത്തിന്റെയും ഒരു കോപ്പി അല്ലെങ്കിൽ അത് അത്രയും തന്നെ ക്രിയേറ്റ് ചെയ്യും. മീൻസ് ഇത് പല സോഴ്സിൽ നിന്ന് പലർക്ക് കിട്ടും. ഇപ്പം ഗിറ്റബില് പാസ്വേഡ് വേഡ് ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അതുണ്ടോ 10 മില്യൺ പാസ്വേഡ്സ് ഇതിനകത്ത് കിടപ്പുണ്ട്. ഇതിന്റെ പാസ്വേഡ് ലിസ്റ്റ് കിടപ്പുണ്ട്. ഇത്രയും ഇതിൽ ഏതെങ്കിലും ഒരു പാസ്വേഡ് ആയിരിക്കും നിങ്ങളുടെയും. അപ്പൊ ആ പാസ്വേഡ് ലിസ്റ്റ് എന്താ ആ പാസ്വേഡ് ലിസ്റ്റ് വെച്ചിട്ട് ആർക്കെങ്കിലും കയറാൻ പറ്റും. അല്ല ആർക്ക് ഏത് ഹാക്കർ വേണമെങ്കിലും ഏത് സെർവറോട്ടോ ഏതെങ്കിലും നിങ്ങളുടെ ഒരു സെൻസിറ്റീവ് ഇൻഫർമേഷനോട്ടോ കയറാൻ പറ്റും. അപ്പോഴാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ഗൂഗിൾ സജസ്റ്റ് ചെയ്യുന്ന പാസ്വേഡ് യൂസ് ചെയ്തെന്ന് പറയുന്നത് മെയിൻ കാരണം ഇങ്ങനെയുള്ളൊരു ഇഷ്യൂ വരാതിരിക്കാനാണ്. കാരണം ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കോംപ്ലക്സ് പാസ്വേഡ് പോലെ അല്ലായിരിക്കും അവർ ക്രിയേറ്റ് ചെയ്യുന്ന കോംപ്ലക്സ് പാസ്വേഡ്. അപ്പം കൂടുതലും നമ്മൾ സെക്യൂർ ആയിട്ട് നമ്മൾ ഒരു ന്യൂമറിക് ഫോർമാറ്റിൽ നമ്മുടെ നെയിം ഒക്കെ ചേർത്ത് അല്ലെങ്കിൽ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു രീതിയിൽ നമ്മളൊരു സെൻസിറ്റീവ് അല്ലെങ്കിൽ ഒരു 16 ഡിജിറ്റ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. അത്രയും നല്ലതാണ്. അതാണ് ഞാൻ സജസ്റ്റ് ചെയ്തത്. ഇനി എന്തെങ്കിലും ഇത് മെയിൻലി ഇപ്പം എന്താ പറയാ കുറച്ച് പാടാണ്. അപ്പം നിങ്ങൾ അതിനെപ്പറ്റി ശരിക്കും പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് എങ്ങനെ യൂഷ്വലി നിങ്ങളുടെ മെയിൽസ് എല്ലാം ചെക്ക് ചെയ്യുക. ആ മെയിൽസ് വഴി ചെക്ക് ചെയ്യുന്ന സമയത്ത് സ്പാം ആണോ അല്ലെങ്കിൽ ഫിഷിംഗ് മെയിൽ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് ഫിഷിംഗ് ആണ് ഐഡന്റിഫൈ ചെയ്യാൻ അങ്ങനെ ചെയ്യാനല്ല പറഞ്ഞത്. മീൻസ് യൂഷ്വലി ഒരു മെയിൽ നോക്കുമ്പോൾ അതിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ
ഇത് ഏത് വെണ്ടറാണെന്ന്, ഏത് കമ്പനിയിൽ നിന്നാണ് നമുക്ക് അയച്ചിരിക്കുന്നത്, ആ കമ്പനി ജെന്യുവൻ ആണോ, അതിന്റെ എല്ലാ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുമല്ലോ. അതെല്ലാം വെച്ച് നമ്മൾ സെർച്ച് ചെയ്യുക. അതിന് ആ സെർച്ച് ചെയ്ത ഡേറ്റ വെച്ചിട്ട് നമ്മൾ തന്നെ ഒന്ന് മനസ്സിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാം, ഓക്കെ ഇത് ഫിഷിംഗ് മെയിൽ ആണോ സ്പാം മെയിൽ ആണോ. ചില സമയത്ത് എക്സാക്ട് മെയിൽ പോലെ ഫിഷിംഗ് മെയിൽസ് വരാം. ആ ഒരു സാധനം കണ്ടുപിടിക്കാൻ ഇപ്പം കുറച്ച് നോർമലി ആൾക്കാർക്ക് പറ്റാറില്ല. അതാണ് ഇവിടെ എല്ലാത്തിനും സ്കാമിന്റെയും കാരണം. ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്കാം വരാനുള്ള ഏറ്റവും വലിയ കാര്യം അത് തന്നെയാണ്. നമ്മളെല്ലാ കാര്യങ്ങളും എന്താ പെട്ടെന്ന് കിട്ടണം എന്നൊരു നിർബന്ധ ബുദ്ധിയുള്ള ആൾക്കാരല്ലേ. അങ്ങനെ നിർബന്ധ ബുദ്ധിയിൽ വരുമ്പോൾ നമ്മൾ എല്ലാ കാര്യം പെട്ടെന്ന് ചെയ്തു നോക്കാതെ തന്നെ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും എന്താ ഏതെങ്കിലും വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ, ഓക്കെ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ചിലപ്പം അത് ഓട്ടോമാറ്റിക് ആയിട്ട് റീഡാക്ട് അടുത്ത ലിങ്കിലോട്ട് പോകും. യൂഷ്വലി അങ്ങനെ സംഭവിക്കാറുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുള്ളവരായിരിക്കും ഭൂരിഭാഗം പേര്. അപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ പോകുന്നത് വെച്ചാൽ, അവിടെ സംഭവിക്കുന്ന ശരിക്കുള്ള കാര്യം വെച്ചാൽ, ഓക്കെ നിങ്ങൾ ലിങ്കിലോട്ട് ക്ലിക്ക് ചെയ്ത് അത് ഓട്ടോമാറ്റിക് ആയിട്ട് മിനിമൈസ് ആയി പോയി കിടക്കും. ആ മിനിമൈസ് ആയി പോയി കിടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ക്രോം ആണെങ്കിൽ ക്രോം യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഒരു പേജ് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ വന്നിരിക്കും. അതെന്താ പറഞ്ഞാൽ ഓക്കെ ആ ലിങ്ക് വഴി അടുത്തൊരു പോർട്ടൽ അല്ലെ അടുത്തൊരു ലിങ്ക് ക്രിയേറ്റ് ആയി അതുവഴി നിങ്ങളുടെ ഇൻഫർമേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് യൂഷ്വലി അവിടെ സംഭവിക്കാറ്. എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ആയി. നമുക്ക് കണ്ടിന്യൂ ചെയ്താലോ? ഓക്കെ ഓക്കെ. പിന്നെ നമ്മളിപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇൻകോഗ്നിറ്റോ മോഡ് എന്താ സംഭവിക്കുന്ന വെച്ചാല്, ഈ പറഞ്ഞ കാര്യം ഇൻകോഗ്നിറ്റോ മോഡ് ഒരിക്കലും നമ്മുടെ ഡേറ്റ അല്ല, നമ്മൾ കുറച്ച് പറഞ്ഞില്ലേ, ഇപ്പം ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഇ കോമേഴ്സ് സൈറ്റ്, അത് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നത് നമ്മൾ നോർമലി ഉള്ള ക്രോം ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നുള്ള ക്യാഷ് ബേസിലാണ് നോർമലി അവർ എടുക്കാറ്. ഇപ്പൊ ഇൻകോഗ്നിറ്റോ എന്താ ചെയ്യുന്നത്, ഇൻകോഗ്നിറ്റോ ക്യാഷ് ഒരിക്കലും ബിൽഡ് ചെയ്ത് വെക്കത്തില്ല. മീൻസ് ക്യാഷ്ലെസ് ആപ്ലിക്കേഷൻ, ക്യാഷ്ലെസ് ഫോം ആയിട്ടാണ് അവർ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം എന്താ പറയാ, നമ്മൾ യൂഷ്വലി നമ്മൾ ശ്രദ്ധിച്ചാണ്, നമ്മൾ ഇൻകോഗ്നിറ്റോ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, അതിനകത്ത് പോയിട്ട് അതിന്റെ ഹിസ്റ്ററി തപ്പി കഴിഞ്ഞാൽ കിട്ടാറില്ല. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇൻകോഗ്നിറ്റോ മോഡിൽ നമ്മൾ കുറച്ച് പറഞ്ഞ അതേ കാര്യം നടക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു, ആ വെബ്സൈറ്റ് വഴി നമ്മൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് മിനിമൈസ് ആയിട്ട് വേറെ പേജ് ക്രിയേറ്റ് ആക്കാം. അത് ഇൻകോഗ്നിറ്റോ മോഡിലും അതേപോലെ തന്നെ പറ്റും. ഓക്കെ, ഐ ഹോപ്പ്. ഡൊമൈൻ നോക്കിയാൽ ഫിഷിംഗ് പ്രിവെന്റ് ചെയ്യാം, സുഖമായിട്ട് പറ്റും. മീൻസ് ഇപ്പം ജസ്റ്റ് ഞാൻ കുറച്ച് എന്റെ നെയിം കൂട്ടി പറഞ്ഞു, KP.com എന്ന് പറഞ്ഞൊരു കമ്പനിയേ ഇല്ല, പക്ഷെ ഞാൻ നിങ്ങൾക്ക് കുറെ മെയിൽ അയച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു നോക്കുമ്പോൾ നമുക്ക് എന്റെ KP.com കമ്പനി ഇല്ല, ആ ഡൊമൈൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇന്റർനെറ്റിൽ അവൈലബിൾ അല്ല. ബട്ട് ഞാൻ സ്റ്റിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അല്ല മെയിൽ അയച്ചിട്ടുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായി, ഓക്കെ ഇവനൊരു ഫ്രോഡാണ്, അല്ലെങ്കിൽ അങ്ങനെ ഫ്രോഡിനെ നമുക്ക് ഡിനൈ ചെയ്യാം എന്നൊരു കൺസെപ്റ്റ് ഇല്ലല്ലോ. അതേപോലെ തന്നെ ഒരു മൈൻഡിൽ തന്നെ അതിനെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി ബാക്ക് ടു നമ്മുടെ വെബിനാർ. എല്ലാവർക്കും താമസമായെന്ന് തോന്നുന്നു, കുഴപ്പമില്ല. ഒരു യെസ് ലൈക്ക് ദിസ്, മുഹമ്മദ് പറഞ്ഞ അതേ കറക്റ്റ് കാര്യം കേട്ടോ. ലൈക്ക് ദിസ്, അങ്ങനെ ഡൊമൈനേ ഇല്ല. അത് നമുക്ക് വേണമെങ്കിൽ വിളിച്ചു നോക്കുകയാണെങ്കിൽ മരണത്തിന് ഞാൻ വരുമ്പോഴേ കാല് വയ്യെന്ന് പറഞ്ഞേ. ഇതൊരു ഫേക്ക് ആണ്, ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിന്റെ ഡിസൈൻ ഒക്കെ പൊട്ടിയിരിക്കുന്നതാണ്. ഓക്കെ, ഇതൊരു ജെന്യൂൻ വെബ്സൈറ്റ് ഇല്ല, കാരണം ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ. ഇത് മേ ബി ഫ്ലിപ്കാർട്ട് പോലെ, ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ള എന്താ പറഞ്ഞ പ്രൊഡക്റ്റ് ഇവരിവിടെ കൊണ്ട് വയ്ക്കത്തില്ലേ, നമുക്ക് അങ്ങനെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇപ്പൊ എല്ലാവരും ബിൽഡ് ചെയ്ത് വരുന്നത്. ആ ഒരു സെയിം തന്നെ ആയിരിക്കും. മീൻസ് ഫ്ലിപ്കാർട്ടിന്റെ രീതിയിൽ തന്നെ സാധനം ബിൽഡ് ചെയ്തിട്ട് ചിലപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫ്ലിപ്കാർട്ടിലോട്ടായിരിക്കും പോകുന്നത്, എന്നിട്ട് ബൈ ചെയ്ത് കൊടുക്കാൻ. അപ്പൊ അവിടെ ഓർഡർ പോയി പ്ലേസ് ആവും, എന്നിട്ട് നമ്മളിവിടെ കൊടുത്ത ഡേറ്റ. അങ്ങനെ ചെയ്യുന്ന കുറെ ആൾക്ക് ഫേക്ക് വെബ്സൈറ്റ്സും ഉണ്ട്, അതും കൂടെ നോക്കാം.
ഓക്കെ, നമുക്ക് തിരിച്ച് ഇതിലോട്ട് തന്നെ പോകാം. സമയം ഒത്തിരി ആയെന്ന് വിചാരിക്കരുത്. ഇതൊരു നല്ലൊരു വെബിനാർ ആണ്. അപ്പം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ, കുറച്ചുകൂടെ കാര്യങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ. ഇപ്പം പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നമ്മൾ കുറച്ച് നേരം പറഞ്ഞില്ലേ, ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ഇവർ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആഡ് ടു കാർട്ടിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കുറെ ഡേറ്റാസ് കൊടുക്കുമല്ലോ. എൻ്റെ ഫുൾ നെയിം, എൻ്റെ മൊബൈൽ നമ്പർ, പിൻകോഡ്, ഡേറ്റ. ഈ സമയത്ത് ഞാൻ ഇവിടെ കൊടുത്തതിന് ശേഷം എന്താ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ UPI അല്ലെങ്കിൽ എന്ത് പേയ്മെന്റ് ആണ് ഉറപ്പായിട്ട് ആ പേയ്മെന്റ് ഇവിടെ പോയി ആ പേയ്മെന്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ പോയി സ്റ്റോർ ആകാം. യൂഷ്വലി ഏതെങ്കിലും ഡേറ്റാബേസിലോട്ടായിരിക്കും. ആ ഡേറ്റാബേസിൽ ഒരു വർണബിലിറ്റി ഉണ്ട് എന്ന് നിങ്ങൾ കണ്ടെത്തി, അല്ലെങ്കിൽ ഒരു ഹാക്കർ കണ്ടെത്തി. ആ കണ്ടെത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മീൻസ് ആദ്യം പോയി നോക്കുന്നത് ഈ ഒരു SQL സെർവർ പബ്ലിക്കലി ആക്സസിബിൾ ആണോ നോക്കും. അത് കുറച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്തതിന് ശേഷമായിരിക്കും ആ ഒരു ഡേറ്റാ സെർവറിന്റെ IP അഡ്രസ് കണ്ടുപിടിക്കുക. നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത പോലെ തന്നെ ആ ഡേറ്റാ സെർവർ ഒരു സർട്ടൺ ക്രൈറ്റീരിയ വെച്ചിട്ട് ആ DBയുടെ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റാബേസ് സെർവറിന്റെ IP അഡ്രസ് കണ്ടുപിടിച്ചതിന് ശേഷം ആ IP അഡ്രസ്സിലോട്ട് MySQL വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ യൂഷ്വലി എല്ലാ DBs വർക്ക് ചെയ്യുന്ന പോർട്ടലാണ് നമ്മൾ പറയുന്നത്. പോർട്ട് ഉണ്ടെങ്കിലേ ഉള്ളൂ ഏത് പ്രോസസ്സ് വേണമെന്ന് നടക്കും, അല്ലെങ്കിൽ ഒരു ടാസ്ക് വേണം നടക്കത്തുള്ളൂ ഒരു സെർവറിനകത്ത്. ആ നടക്കുന്ന സമയത്ത് എന്താ, ഓക്കെ, എനിക്ക് ഡേറ്റാബേസിന്റെ സെർവർ IP കിട്ടി. ഓക്കെ, എനിക്ക് അതിനോട്ട് SSH ചെയ്യാൻ വേണ്ടി നോക്കും. ആ SSH ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ചെയ്യും. മീൻസ് ഓൾറെഡി നമ്മൾ അസ്യൂം ചെയ്യും. ഓക്കെ, കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ, ഓക്കെ, ഇതാണ് എന്റെ ചിലപ്പോൾ ഡേറ്റാബേസിൻ സെർവറിന്റെ IP അഡ്രസ്, ഇതാണ് ചിലപ്പോൾ എന്റെ യൂസർ നെയിം. മീൻസ് ഇതും അസ്യൂം ചെയ്യാം. എന്നിട്ട് -i കൊടുത്തിട്ട് വേഡ് ലിസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ .txt എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ വേഡ് ലിസ്റ്റ് എല്ലാ പാസ്വേഡ് വെച്ചിട്ട് ഇത് സെർച്ച് ചെയ്യും. ഓക്കെ, ഈ പാസ്വേഡ് ഇതിന് മാച്ച് ആവുന്നുണ്ടോ? അങ്ങനെ മാച്ച് ആയി കഴിഞ്ഞാൽ ആ ഡേറ്റാബേസ് സെർവറിലോട്ട് കിട്ടി എൻ്റർ ചെയ്യാൻ പറ്റും. ആ ഒരു സമയത്താണ് അതിനാണ് SQL ഇഞ്ചക്ഷൻ എന്ന് പറയാറ്. ആ ഒരു മെത്തോളജി വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലാതെ വേറെ മെത്തോളജി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഒരു ടാസ്ക് ആയിട്ട് തരാം. ആരും ഒരു ഡൗട്ട് വെച്ചിട്ടുണ്ടല്ലോ? യെസ്, ഇത് നമ്മളൊരു കൊളീഗാണ്. അപ്പം എക്സാക്ട് ആൻസർ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് റെഫർ ചെയ്യാൻ ഏറ്റവും നല്ല കാര്യം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരാം. ഒരു ടാസ്ക് എന്ന് കഴിയുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഇന്ററാക്റ്റീവ് ആയിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ഈ ഒരു സെർവറിലോട്ട്, ഈ ഒരു ഇതിലോട്ട് ആക്സസ് ഒന്ന് ചെയ്ത് നോക്കൂ. എന്നിട്ട് അതൊരു എന്തായിരിക്കും, ഒരു ലോഗിൻ പേജ് ആയിരിക്കും. ഈ ലോഗിൻ പേജിനകത്ത് അതിന്റെ യൂസർ നെയിം അഡ്മിൻ ആയിരിക്കും, പാസ്വേഡ് ഒരു SQL ചീറ്റ് ആയിരിക്കും. ഇപ്പം SQL ചീറ്റ് എന്ന് പറഞ്ഞാൽ SQLനെ ചീറ്റ് ഷീറ്റ് വെച്ചിട്ട് കമ്പൈൻ ചെയ്തിട്ട് അതിന്റെ എക്സ്പോസ് ചെയ്തെടുക്കുന്ന ഒരു ഇതാണ്. അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെ യൂസ് കിട്ടും. SQL ചീറ്റ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് SQL ചീറ്റ് ഷീറ്റ് എന്ന് നോക്കി കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള SQLന്റെ ചീറ്റ് ഷീറ്റ് എല്ലാം ഇവിടെ കാണാൻ പറ്റും. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പൊട്ടിക്കാൻ പറ്റുന്നുണ്ടോ? എന്തോ? ഹലോ, ആരോ എന്തോ പറയും. ഓക്കെ, ഈ ലിങ്ക് കിട്ടുന്നുണ്ടോ നോക്കോ? നോക്കി കഴിഞ്ഞാൽ പറയാം. ഈ അപ്പം ആ യൂസർ നെയിം എന്നാലും അഡ്മിൻ ആയിരിക്കും. ഞാനത് ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അതിന്റെ പാസ്വേഡ് ഒരു SQL ക്വറി ആയിരിക്കും. SQL ക്വറി വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ കയറാൻ പറ്റുന്നുണ്ടെന്ന് മാത്രം നോക്കുക. ഞാൻ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പം ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയുവായിരുന്നല്ലേ.
പാസ്വേഡ് പറയത്തില്ല, പാസ്വേഡ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ തന്നെ SQLന്റെ ചീറ്റ് കിട്ടും, മെയിൻലി ഗിറ്റബിൽ നിന്നൊക്കെ കിട്ടും. അതിനകത്തൊരു കോമ്പിനേഷൻ തന്നെ ആയിരിക്കും നമ്മൾ അത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്, ഏത് ഇതാണ് എന്ന് കാണാൻ പറ്റും. അത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അത് വെച്ചിട്ട് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കും. അപ്പം ആർക്കെങ്കിലും കിട്ടിയോ എന്ന് അറിയാമെങ്കിൽ നല്ല കാര്യമായിരുന്നു. ആർക്കും കിട്ടിയില്ലെങ്കിലും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ 24 hours അവൈലബിൾ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ ഫീഡ്ബാക്ക് അയക്കുന്നതിൻ്റെ കൂടെ തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എങ്ങനെയാണ് കിട്ടിയെന്നുള്ള കോമ്പിനേഷൻ ഒന്ന് മെൻഷൻ ചെയ്യാതിരിക്കും നല്ലതായിരുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഓൾറെഡി നമ്മുടെ ജോബ് റോള്, DNS, സൈബർ സെക്യൂരിറ്റി എന്താ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ SQL, കോമൺ ത്രെഡ്സ്, അറ്റാക്സ്, എങ്ങനെയാണ് ഒരു യൂഷ്വലി ഒരു ആപ്ലിക്കേഷന് സംഭവിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ നമ്മൾ പറഞ്ഞു. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മൊത്തത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു കൺക്ലൂഡ് ചെയ്യാനുള്ള സമയമായെന്ന് തോന്നുന്നു. അപ്പം എൻ്റെ ഒരു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? ആ കേട്ട സ്ഥിതിക്ക് സപ്പോസ് നിങ്ങൾ ഹാക്കായി, നിങ്ങളുടെ ഒരു ഡിവൈസ് അല്ലെ നിങ്ങളുടെ സിസ്റ്റം ഹാക്കായി എന്ന് വിചാരിക്കുക. ഐ ഗോട്ട് ഇറ്റ്. ഓക്കെ, ആ കൊറി ഒന്ന് ഇടുവായിരുന്നെങ്കിൽ എല്ലാവർക്കും ട്രൈ ഔട്ട് ചെയ്യാം. വേണ്ടല്ലേ? ഓക്കെ, ഈ നമ്മൾ ഫീഡ്ബാക്ക് ഫോം അയക്കുന്ന ആ സമയത്ത് ഈ ഒരു കൊറി ഏതാണോ കിട്ടിയെന്നുള്ളത് ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞ ബാക്ക് ടു വെബിനാർ. ഓക്കെ, ഇപ്പം നിങ്ങൾ ശരിക്കും ഒന്ന് ഹാക്കായി, നിങ്ങളുടെ സിസ്റ്റം ഒന്ന് കോംപ്രമൈസ് ആയി എന്ന് സംഭവിച്ചാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും? ഇത്തരം കാര്യങ്ങൾ നമ്മൾ 1 മണിക്കൂറായിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സപ്പോസ് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതൊന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. മൈക്ക് ഓൺ ചെയ്യണമെന്നില്ല, ഇപ്പൊ ചാറ്റിലൂടെ പറഞ്ഞാലും നല്ലതായിരുന്നു. എനിക്ക് പേര് വയ്ക്കാൻ പറ്റില്ല, ഷെയർ ചെയ്തിട്ട്
അഭിജിത്ത് ആർക്കേലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ റാൻഡം ആയിട്ട് ആരതി PC, അർജുൻ M നായർ, ആർക്കേലും അർജുൻ MP പാസ്വേഡ് ചേഞ്ച് ചെയ്യും. ഇറ്റ്സ് ഗുഡ്. അത് തന്നെയാണ് മീൻസ് ലോഗോ. എനിക്ക് തോന്നുന്നു ഈ വെബിനാർ കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കത്തി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. ഇമ്പോർട്ടന്റ് സേവ് ടോക്കൺ. യെസ്, പവർ ഓഫ് ഒരിക്കലും ചെയ്യരുത്. പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴെങ്കിലും പിന്നെയും പവർ ഓൺ ചെയ്യുമല്ലോ. ആ ഡിവൈസ് ഒരിക്കലും കളയാതിരിക്കത്തില്ല. യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ചെയ്യണോ? വേണ്ട, അത് കിട്ടിയതല്ലേ, കിട്ടിയ ഭദ്രമായിട്ട് തന്നെ ഇരിക്കട്ടെ. നമ്മൾ ഫീഡ്ബാക്ക് ഫോം അയക്കുന്ന സമയത്ത് ഫാക്ടറി വിസിറ്റ് ഇതിനാ ഡീറ്റെയിൽസ് റിഗാർഡിംഗ്. യെസ്, നമ്മൾ എന്തായാലും ഒരു ഹാക്ക് നടന്നു കഴിഞ്ഞാൽ അതിന്റെ റൂട്ട് കോസ് എടുക്കും. നമ്മളെ യൂഷ്വലി മലയാളീസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് സംഭവിച്ചാലും എന്ത് ചെയ്യണം, നമ്മൾ അതിന്റെ എന്തുകൊണ്ടാണ് വന്നതെന്ന് നമ്മൾ എല്ലാവരും തപ്പുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ ആ ഒരു സ്ട്രാറ്റജി തന്നെ എപ്പോഴും നമ്മൾ ബിൽഡ് ചെയ്ത് വെക്കുക. ആ സ്ട്രാറ്റജി തന്നെ എന്തുകൊണ്ടാണ് സംഭവിച്ചത് നമുക്ക് കണ്ടെത്തിയ ഒരു ക്യൂരിയോസിറ്റി, ആ ഒരു ക്യൂരിയോസിറ്റി വർക്ക് ചെയ്ത് പോകണമെങ്കിൽ അബ്സല്യൂട്ട്ലി നിങ്ങൾ കിട്ടലായിട്ട് വരും. അതാണ് ഈ സൈബർ സെക്യൂരിറ്റി എന്നൊരു മേഖലയിലോട്ട് ഏറ്റവും കൂടുതൽ വേണ്ടത്. നമുക്ക് ഒരിക്കലും നമ്മൾ തളരരുത്. നമ്മളൊരു ഈ സൈബർ സെക്യൂരിറ്റി നമ്മളൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും നമ്മൾ ഹൈജാക്ക് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഹാക്കായി അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ലോഗ് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരിക്കും. ആ സമയത്ത് എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് മടുത്തിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും സക്സസിലോട്ട് പോകത്തില്ല. അപ്പം യൂഷ്വലി എന്താ ചെയ്തു പോകേണ്ടവര് നമ്മൾ മാക്സിമം ട്രൈ ഔട്ട് ചെയ്യുക. മീൻസ് ഏതൊക്കെ ലോഗ് ഉണ്ടോ ആ ലോഗ് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ഏത് IP എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ ആണെങ്കിൽ യൂഷ്വലി പെട്ടെന്ന് എടുത്തില്ല. ഇതുണ്ടോ, ഇപ്പം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ കുറെ പേര് എടുത്തിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ എടുത്തവരുടെ കുറെ IPs ആണ് ഇവിടെ വന്നോണ്ടിരിക്കുന്നത്. കണ്ടോ, ഇതെല്ലാം വന്നോണ്ടിരിക്കുന്നത്. നിങ്ങൾ കോഡ് തെറ്റിദ്ധരിച്ച സമയത്തൊക്കെ സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. പക്ഷെ എനിക്ക് ഇങ്ങനെയുള്ള കുറെ ഡീറ്റെയിൽസ് കിട്ടും. ഇതെല്ലാം ഇതൊരു ആക്സസ് ലോഗാണ്. ഈ ആക്സസ് ലോഗ് വഴിയാണ് എനിക്ക് ഇൻഫർമേഷൻ കിട്ടുക. ഏതൊക്കെ IP അഡ്രസ് ആണ് നിങ്ങളിപ്പോൾ ആക്സസ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ഞാൻ ഈ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയല്ലേ കാര്യം ചെയ്ത കേട്ടോ, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ഇന്നും ജസ്റ്റ് കാണിക്കണം എന്നിട്ട് തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് റിയൽ ടൈം ആയിട്ട് നമ്മളെല്ലാം റിയൽ ടൈം ആയിട്ട് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് മനസ്സിലാവാൻ പറ്റും. ഓക്കെ, ഇനി രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. നമ്മൾ ശരിക്കും നമ്മൾ ഈ കോഴ്സ് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങളെ ഈ കോഴ്സിൽ 3 തരത്തിൽ നിന്നാണ്. ഒന്ന് ബേസിക്സ്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ് എന്ന ലെവലിൽ തന്നെയാണ് പോകുന്നത്. ആ ലെവലിൽ നമ്മൾ നിങ്ങളെ പഠിപ്പിച്ചെടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. റിയൽ ടൈം ആയിട്ട് നമ്മൾ പ്രൊജക്റ്റുകൾ തന്ന് അതിനനുസരിച്ച് അതിന്റെ തിയറി പാർട്സ് തന്ന് നിങ്ങളെ എങ്ങനെ ഒരു സൈബർ സെക്യൂരിറ്റിയിലോട്ട് അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് നിങ്ങളെ കൊണ്ടുവരാം. മീൻസ് അതാണ് നമ്മൾ നോക്കുന്നത്. നമ്മളൊരു എൻ്റയർ ഒരു കമ്മ്യൂണിറ്റി തന്നെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് നോക്കുന്നത്. കാരണം ഒരു കമ്മ്യൂണിറ്റി ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തേ പറ്റും. അങ്ങനെ ഒരു നല്ല രീതിക്ക് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഇൻഡിവിജ്വലായിട്ടും എല്ലാവർക്കും ഹെൽപ്പ് ആകത്തുള്ളൂ. ഇപ്പം ഓൾറെഡി ഇന്ത്യയിൽ തന്നെ ഹാക്കേഴ്സ് കമ്മ്യൂണിറ്റി കുറേ ഉണ്ട്. അതിന് നമ്മൾ ഓൾറെഡി മെമ്പറാണ്. അതുപോലെ തന്നെ നിങ്ങളെ ഒരു ക്രൂഷ്യൽ റോളിലോട്ട് നമ്മൾ കൊണ്ടുവരാന്ന് മാത്രമാണ് നമ്മളിപ്പം ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മളൊരു കോഴ്സ് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ നമ്മുടെ കൊളീഗ്സും എല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ. പിന്നെ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു ഓർഗിൽ ഇത് നമുക്ക് ഈ 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാം. ടൈം ഒത്തിരിയായി എന്ന് എനിക്ക് അറിയാം. അപ്പൊ നമ്മുടെ ഒരു ഓർഗനൈസേഷന് ഒരു സോക്ക് ടീം കാണും. ഈ നമ്മൾ കുറച്ച് പറഞ്ഞില്ലേ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ്, അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ആകട്ടെ, എന്തെങ്കിലും മീൻസ് വെബ് ആപ്ലിക്കേഷൻ ആകട്ടെ, മൊബൈൽ ആപ്ലിക്കേഷൻ ആകട്ടെ, ഏത് തരത്തിലുള്ള എന്ത് കാര്യം അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ആകട്ടെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവരാണ് അനലൈസ് ചെയ്യുന്നത്. ഫുള്ളി അനലൈസ് ചെയ്ത് അതാണ് ഒരു സോക്ക് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ ചെയ്യേണ്ട എക്സാക്ട് ജോബ് റോൾ.
മീൻസ് അവര് നമ്മുടെ ഓർഗനൈസേഷനോ അല്ലെങ്കിൽ നമ്മുടെ ആയിരിക്കുന്ന എന്തെങ്കിലും ആപ്ലിക്കേഷനോ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടോ എന്ന് അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നും ശരിക്കുള്ള മോണിറ്ററിങ്. ആ മോണിറ്ററിങ് വഴി നമുക്കെല്ലാം ലോഗ്സ് എല്ലാം കളക്ട് ചെയ്തതിനു ശേഷം എല്ലാ ആപ്ലിക്കേഷനും എല്ലാ നെറ്റ്വർക്കിനും എല്ലാത്തിനും ലോഗ് കീപ്പ് ചെയ്യും. ഇപ്പൊ നമ്മളിപ്പം റിയൽ ടൈം ആയിട്ട് കണ്ടില്ലേ, ഈ ഒരു ലോഗ ഈ ഇതുപോലെ തന്നെ നമ്മുടെ ഓർഗനകത്ത് തന്നെ ആരൊക്കെ ആക്സസ് ചെയ്തു, ആരൊക്കെ ഏതൊക്കെ സർവീസിലോട്ട് ആക്സസ് ചെയ്തു, അല്ലെങ്കിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്തു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യും. അവിടെ സർവീസിന്റെ കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യും. എല്ലാം ചെയ്യുന്നത് ഇവരാണ്. അവർ ചെയ്തിട്ട് അതിനകത്ത് ഇൻസിഡൻസ് റെസ്പോൺസ് ഗ്യാദർ ചെയ്യും, അല്ല ത്രെറ്റ് ഇന്റലിജൻസ് എടുക്കും. എന്നിട്ട് അതിനെ ഫുള്ളി ഓഡിറ്റ് ചെയ്ത് ഒരു റിപ്പോർട്ടാക്കി മാറ്റിയിട്ട് മീൻസ് ഇനി അവരത് IT എഞ്ചിനീയേഴ്സിന് പാസ് ചെയ്യും. IT എഞ്ചിനീയേഴ്സ് ആണ് ഓക്കെ എനിക്ക് ഈ ഇൻഫർമേഷൻ തന്നത് സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് ആണ്. അപ്പം ഈ ഒരു തരത്തിലെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഓർഗിൽ നല്ല സ്യൂട്ടബിൾ ആയിട്ട് ഇഷ്യൂസ് ഒന്നും പോകരുത്. മീൻസ് ഈ ഒരു സാധനം നമ്മൾ സപ്പോസ് സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് മിസ്സാക്കി കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ഇത് ഞാൻ മുമ്പ് ആദ്യമേ പറഞ്ഞ പോലെ ഒരു സെൻസിറ്റീവ് ഇൻഫർമേഷൻ നമ്മൾ ഈ ഹാർഡ് കോഡ് ചെയ്ത് വെച്ച് അത് ഹാക്കർ കണ്ടുപിടിച്ച് അതിനെ നമ്മുടെ ഒരു ഹ്യൂജ് ബില്ലിങ് വന്നു നമ്മുടെ കമ്പനിക്ക് താങ്ങാൻ പറ്റാത്തൊരു ബില്ലിങ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കമ്പനി തന്നെ അടച്ചു കൂട്ടി. അപ്പം അത്രയ്ക്കുള്ള ഒരു ജോബ് റോളിലോട്ടാണ് നമ്മൾ നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. അപ്പം അത്രയും ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും, അത്ര നല്ല നമ്മൾ നല്ല ഇൻപുട്ടും കൂടെ അപ്പം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതെല്ലാം ലോഗും കളക്ട് ചെയ്ത് എല്ലാ റെസ്പോൺസും എല്ലാ ഓഡിറ്റും നടത്തി ഇൻഫർമേഷൻ ആർക്ക് പാസ് ചെയ്യണം? IT എഞ്ചിനീയേഴ്സ് പാസ് ചെയ്യും. IT എഞ്ചിനീയേഴ്സ് ആണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം മിറ്റിഗേറ്റ് ചെയ്യാനും അതിന്റെ ഡിഫൻസിവ് മോഡിലും എല്ലാം പോകുന്നത്. അതാണ് ഈ സോക്ക് ടീം എന്ന് പറയുന്നത്. രണ്ടാമത് റെഡ് ടീം ഉണ്ട്. ഈ റെഡ് ടീം എന്ന് പറഞ്ഞാൽ യൂഷ്വലി അവര് ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആണ് വർക്ക് ചെയ്ത് പോകുന്നത്. മീൻസ് നമ്മുടെ ഓർഗനകത്തായിരിക്കും അല്ലെങ്കിൽ ഒരു കമ്പനിക്കകത്തായിരിക്കും വർക്ക് ചെയ്യുന്നത്. ബട്ട് അവര് കൂടുതൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? കമ്മ്യൂണിറ്റി നിന്നായിരിക്കും. ഈ ഓപ്പൺ സോഴ്സ് ഉള്ള കമ്മ്യൂണിറ്റി. ഓപ്പൺ സോഴ്സ് ഉള്ള കമ്മ്യൂണിറ്റി ഇപ്പം സപ്പോസ് നമ്മളിവിടെ കമ്പനിയിൽ ഒരു PHP ആപ്ലിക്കേഷൻ ആണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് അതാണ് മാത്രം പ്രൊഡക്റ്റ് ആയിട്ടുള്ളൂ. ആ പ്രൊഡക്റ്റിനകത്ത് എന്താണ് ആ പ്രൊഡക്റ്റിനകത്ത് ഒരു പുതിയൊരു വേഷം വന്നു, PHPയുടെ വേഷം വന്നു. ആ PHP വേഷനകത്ത് ഒരു വർണബിലിറ്റി ഉണ്ടെന്ന് PHPയുടെ ടീം തന്നെ ഇൻഫോം ചെയ്തിരിക്കുകയാണ്. ആ ടീം ഇൻഫോം ചെയ്ത സമയത്ത് എന്ത് ചെയ്യും? ഓക്കെ, ഞാനത് നമ്മുടെ റെഡ് ടീം എന്ത് ചെയ്യും? ഓക്കെ, ഈ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തിട്ട് ഇതിനുള്ള ഡെവലപ്പേഴ്സിനെ അറിയിക്കും. ഡെവലപ്പേഴ്സ് എന്ത് ചെയ്യും? ഇതിനനുസരിച്ച് കോഡ് മാറ്റുവോ അല്ലെങ്കിൽ PHPയുടെ വേഷം കോഡ് മാറ്റുകയും ചെയ്യണം. അതിന്റെ PHPയുടെ വേഷം ചേഞ്ച് ചെയ്തിട്ട് വർണബിലിറ്റി ഇല്ലാത്തൊരു PHP വേർഷനെ കൊണ്ടെത്തിക്കുകയും ആപ്ലിക്കേഷൻ സ്യൂട്ടബിൾ ആയിട്ട് റൺ ചെയ്യാൻ പോവുകയും വേണം. അതാണ് റെഡ് ടീമിന്റെ ഏറ്റവും വലിയ ഇത് ചെയ്യുന്നത്. അവര് പല രീതിക്കുള്ള അവരാണ് ശരിക്കും പറഞ്ഞാൽ എത്തിക്കൽ ഹാക്കിംഗ് ചെയ്യുന്ന ആൾക്കാർ. അവര് പല പെനിട്രേഷൻ ടെസ്റ്റിങ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ്. ഇപ്പൊ എന്താ സംഭവിച്ചത്? നമ്മളിപ്പം ഓക്കെ ഒരു ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തിട്ട് ആ ഇൻഫർമേഷൻ എഫക്റ്റീവായിട്ട് നമ്മുടെ ഓർഗനകത്ത് എങ്ങനെ കൊണ്ടുവരാം, കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ എങ്ങനെ സ്യൂട്ടബിൾ ആയിട്ട് കൊണ്ടുവരാമെന്നാണ് നമ്മളിപ്പോ ഈ ഒരു കാര്യം. ഇനി ബ്ലൂ ടീം ഉണ്ട്. ഈ ബ്ലൂ ടീമും ഇതേപോലെ തന്നെ ഇതിന്റെ ഒരു ഒഫൻസീവ് മോഡിലാണ് പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ബ്ലൂ ടീം ശരിക്കും പറഞ്ഞാല് ഇപ്പൊ ഈ അറ്റാക്ക് വന്നു, ആ അറ്റാക്കിനെ എങ്ങനെ നമ്മൾ ഒഫൻസീവായിട്ട് ഡിഫെൻഡ് ചെയ്യണം എന്നൊരു കാര്യം മാത്രമാണ് പറഞ്ഞത്. അവർ ഏത് തരത്തിലുള്ള സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണം എന്നൊരു കാര്യങ്ങളാണ് മെയിൻലി ഇവർ ചെയ്ത് പോകാറ്. അപ്പം ഡിഫെൻസീവ് സെക്യൂരിറ്റി അവരും ശരിക്കും മോണിറ്ററിങ് തന്നെയാണ്. എന്നിട്ട് സെർവർ ഹാർഡനിങ് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ PHP ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ എന്ത് തരത്തിലുള്ള ഹാർഡനിങ് ചെയ്യണം, ഏത് പാക്കേജ് ആണ് നമ്മൾ മിസ്സിങ് ആയത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനെ സെക്യൂർ ആക്കുന്ന മെത്തേഡാണ്. ഇതൊക്കെ തന്നെയാണ് ബ്ലൂ ടീമിന്റെ കാര്യം. ബ്ലൂ ടീം റെഡ് ടീം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു വടിയുടെ അങ്ങേറ്റം ഇങ്ങേറ്റം പോലെ തന്നെയാണ്. അപ്പം രണ്ട് എൻഡാണ്. ആ രണ്ട് എൻഡ് തമ്മിൽ മീൻസ് അവർ തന്നെ മേ ബി സംടൈംസ് നമ്മൾ റിയൽ ടൈം ആയിട്ട് കണ്ടിട്ടുണ്ട് കോമ്പറ്റീറ്റ് ചെയ്യുന്നുണ്ട്. മീൻസ് ഒരാൾ കണ്ടുപിടിക്കും, ഒരാൾ വേറൊരു സാധനം കണ്ടുപിടിക്കും, അതിനെങ്ങനെ ഡിഫെൻസീവും ഒഫെൻസീവായിട്ട് മാറ്റി സ്യൂട്ടബിൾ ഫോമിലോട്ട് എങ്ങനെ റൺ ചെയ്തെടുക്കാന്നാണ് ഇവര് രണ്ട് ടീമും ടാർഗറ്റ് ആയിട്ട് പോകും. ഇതൊന്ന് മനസ്സിലായി കാണുന്നു.
ഇനി ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുവാനേ നല്ലതായിരുന്നു. പിന്നെ ലാസ്റ്റായിട്ട് പറയാനുള്ളത് yes. നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മെയിൻലി നമ്മുടെ സ്കൂളിൽ നടന്നിരിക്കുന്ന അവരെ കോണ്ടാക്ട് ചെയ്യുക. ഇപ്പം ഈ ഒരു വെബിനാർ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്കൊരു ഫീഡ്ബാക്ക് ഫോം നമ്മൾ അയക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കാണും. അപ്പോൾ അതുവഴി നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് ഏതൊരു ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഏതൊരു തരത്തിലുള്ള എന്ത് വന്നാലും മീൻസ് ഒരു കൺസൾട്ടന്റ് രീതിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു മടിയും കാണിക്കരുത്. അപ്പൊ തന്നെ കോണ്ടാക്ട് ചെയ്യുക. മീൻസ് നമ്മളെ അവൈലബിലിറ്റി നോക്കിയിട്ട് എന്ത് പറഞ്ഞാലും നമ്മൾ റെസ്പോണ്ട് ചെയ്യും. ഒരു കുഴപ്പമില്ല. അതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പറയുമായിരുന്നു നല്ലതായിരുന്നു. ഓക്കെ, ഫസ്റ്റ് ഇത് ചോദ്യം നല്ല ചോദ്യമാണ്. മീൻസ് നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിൽ ബിൽഡ് ചെയ്യാം. മീൻസ് സൈബർ സെക്യൂരിറ്റി ആയിട്ടുള്ള റിലേറ്റഡ് മീൻസ് കാര്യങ്ങൾ പഠിക്കുക. മീൻസ് ഏതൊക്കെ ടൂള്, ഒരു സോക്ക് അനലിസ്റ്റ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ എന്ത് ചെയ്യണം, അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക. ആ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തിട്ട് അതിനെ പ്രാക്ടീസ് ചെയ്യുക. മീൻസ് സപ്പോസ് നമ്മൾ കുറച്ച് റിയൽ ടൈം ആയിട്ട് കുറെ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ കുറെ അറ്റാക്സ് ഉണ്ട്. ആ അറ്റാക്സിനെ പറ്റി പഠിക്കുക. ആ അറ്റാക്സിനെ പഠിച്ചിട്ട് അതിനെ എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാം, അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്, പിന്നെ ലോഗ് എങ്ങനെ അനലൈസ് ചെയ്യാം, ആ കാര്യങ്ങൾ പഠിക്കുക. പിന്നെ സൈബർ സെക്യൂരിറ്റിയിൽ കുറെ ടൂൾസ് ഉണ്ട്. ഇപ്പം സപ്പോസ് ഞാനിപ്പം റിയലായിട്ട് കാണിച്ചു ഇതൊരു ഓപ്പൺ സോഴ്സ് ടൂളാണ്, വാസ് എന്ന് പറഞ്ഞു. ഇപ്പം ഇതിനകത്ത് നമ്മളൊരു സെർവർ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഒരു ഏജന്റ് ഉണ്ടെന്ന് പറയും. ഒരു ഏജന്റിനകത്ത് ആ ഏജന്റ് ഇതായിരിക്കും. ഇതൊരു റിമോട്ട് സെർവർ ആണ്. ആ റിമോട്ട് സെർവറിനകത്ത് നിന്ന് എന്തൊക്കെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നുണ്ട് എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പം മെയിൻലി ആകണം. ഇപ്പം ഇത്ര ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തിട്ടുണ്ട്. ഈ ഇൻഫർമേഷൻ എന്തൊക്കെ തരത്തിൽ, ഏതൊക്കെ തരത്തിലാണ്, എങ്ങനെയൊക്കെയാണ് വരാറ്, അതിന്റെ പോസിബിലിറ്റീസ്, അതിനെങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാം, അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. മീൻസ് ഇപ്പം ഈ സെർവർ ഓതന്റിക്കേഷൻ ഫെയിലിയർ നടന്നില്ല. മീൻസ് ആ സെർവറിനെ ആരെങ്കിലും ഹാക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നടന്നിട്ടില്ലെങ്കിൽ അതിന്റെ ഇൻഫർമേഷൻ ഇവിടെ കിട്ടും. ആ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട്, എങ്ങനെ ഹാക്ക് ആയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ സെക്യൂർ ചെയ്യാം. ഇപ്പൊ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, എല്ലാ സർവീസും വർക്ക് ചെയ്യുന്നത് ഓരോ ചെയ്യുന്നത് ഒരു പോർട്ടിലാണ്. ഇതിന്റെ പോർട്ട് 22 ആണ്. ബൈ ഡിഫോൾട്ട് 22 ആണ്. ഇപ്പം സപ്പോസ് നിങ്ങൾക്ക് സെക്യൂർ ചെയ്യുന്ന ഭാഗമായിട്ട് നിങ്ങൾ പോർട്ട് മാറ്റുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോവുക. അങ്ങനെ കാര്യങ്ങൾ പഠിക്കുക. നമ്മുടെ മെയിൻ ഗോൾ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെയിൻ ഗോൾ തന്നെ നിങ്ങളൊരു എന്താ പറയുക, ഒരു സൈബർ സെക്യൂരിറ്റി പ്ലാറ്റ്ഫോമിലോട്ട് നല്ലൊരു ജോബ് റോളിലോട്ട് കൊണ്ടുവരുന്ന പറഞ്ഞു. ഇഞ്ചക്ഷൻ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെ എല്ലാ തരത്തിലുള്ള കോമൺ അറ്റാക്സ് എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ ലാബ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചു പോകും. സൈബർ സെക്യൂരിറ്റി ഇങ്ങോട്ട് വരാൻ വേണ്ടി സൈബർ സെക്യൂരിറ്റി തന്നെ കുറച്ച് സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്.
കണ്ടോ, ഇതൊക്കെ തന്നെ കുറെ സർട്ടിഫിക്കേഷൻ ആണ്. അപ്പം ആ ഒരു രീതിയിലുള്ള സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ എടുക്കാൻ നോക്കുക മാക്സിമം. ഇത് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ഗൂഗിൾ, ഇപ്പം നമ്മൾ കൊളീഗ് പറഞ്ഞ പോലെ ഗൂഗിൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഗൂഗിൾ ഓതറൈസേഷൻ ഉള്ള സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. അതിനെ കൂടുതൽ അപ്പം ഒരു സോക്ക് അല്ലെങ്കിൽ സോക്ക് അനലിസ്റ്റ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ ഒരു ജോബ് റോളിൽ നിങ്ങൾ സുഖമായിട്ട് എടുക്കാൻ പറ്റും. ആ ഡിഡോസ് അറ്റാക്കിംഗ് അപ്പം കൂടുതലും നമ്മളിപ്പം റിയൽ ടൈം ആയിട്ടുള്ള ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ആ കോഴ്സിനകത്തുനിന്ന് നിങ്ങൾക്ക് 3 രീതിയിൽ തന്നെയാണ് പോകുന്നത്. വെച്ചാൽ ഒന്ന് ബേസിക്സ് ആണ്, പിന്നെ ഇന്റർമീഡിയറ്റ് ആണ്, അഡ്വാൻസ് ആണ്. വെച്ചാൽ ഇത് 3 ഗ്യാദർ ചെയ്ത് പഠിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് കിട്ടും ഹൗ സൈബർ സെക്യൂരിറ്റി, നിങ്ങൾക്ക് എത്ര സീരിയസ്ലി ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, നമ്മുടെ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യേണ്ടത്, അതിന്റെ ഇമ്പോർട്ടൻസ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ അത് പഠിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ശരിക്കൊരു ബോധ്യം വരും. നിങ്ങളുടെ വീട്ടിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം. നിങ്ങളുടെ വീട്ടിലുള്ളവർ തന്നെ പല കാര്യങ്ങളും ഗാഡ്ജറ്റ് യൂസ് ചെയ്യുമ്പോഴാകട്ടെ, സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുമ്പോഴാകട്ടെ, ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന എന്തൊക്കെ ലിമിറ്റേഷൻസ് ബിൽഡ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിന്റെ അവയർനെസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ആ ഒരു അവയർനെസ് തന്നെയാണ് ബേസ് വേണ്ടത്. ഹലോ, നമ്മുടെ വെബിനാർ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നമ്മളൊരു സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഒരു ഫീഡ്ബാക്ക് ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും അതൊന്ന് ഫില്ല് ചെയ്ത് അയക്കുക. പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മളിപ്പോൾ ഒരു ടാസ്ക് തന്നല്ലോ, SQL ഇഞ്ചക്ഷൻ, അത് ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ജസ്റ്റ് അത് കൂടി അപ്പൻഡ് ചെയ്തൊന്ന് ഷെയർ ചെയ്യാം. പിന്നെ ഈ സൈബർ സെക്യൂരിറ്റിന്റെ കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മളെ അപ്കമിങ് കോഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ DevOps, AWS, പിന്നെ നമ്മൾ ഫ്ലട്ടർ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ PHP, Python, ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറിന്റെ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ SQL ബേസിക്സും നമ്മൾ അപ്കമിങ് കോഴ്സായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിവേ, എല്ലാവർക്കും താങ്ക്സ് ഫോർ ജോയിനിങ് ദ വെബിനാർ. അതായത് നമ്മുടെ വെബിനാർ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നമ്മൾ ഒരു സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ നമ്മുടെ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഒരു ഫീഡ്ബാക്ക് ലിങ്ക് ഷെയർ ചെയ്യും. അപ്പൊ എല്ലാവരും ഫീഡ്ബാക്ക് ഫില്ല് ചെയ്യുക. അപ്പൊ ആ ഫീഡ്ബാക്ക് ഫില്ല് ചെയ്ത എല്ലാവർക്കും നമ്മൾ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഞാനിപ്പോൾ ചാറ്റിലൊരു ഗൂഗിൾ ഫോം ഇട്ടിട്ടുണ്ട്. അപ്പം അതാണ് നമ്മുടെ ഫീഡ്ബാക്ക് ഫോം. അപ്പൊ എല്ലാവരും ഒന്ന് നിർബന്ധം ഒന്ന് ഫില്ല് ചെയ്ത് അയക്കണേ. എനിവേ, എല്ലാവരും താങ്ക്സ് ഉണ്ട് ഈ വെബിനാർ ജോയിൻ ചെയ്തത്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ കൺസൾട്ട് ചെയ്ത് തരുന്നതായിരിക്കും. എന്നാലും നല്ല രീതിയിൽ പഠിക്കുക, നിങ്ങൾ നല്ലൊരു ജോബ് അക്വയർ ചെയ്യുക, അതാണ് മെയിൻലി. അപ്പൊ ഈ മീറ്റ് കഴിയുമ്പോൾ തന്നെ ഈ ഒരു ലിങ്ക് പോവുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും ലിങ്ക് എടുക്കുന്ന രീതിക്കാണ് നമ്മൾ. എനിവേ, താങ്ക്സ്. ഗുഡ് നൈറ്റ്.